പ്രോഗ്രാമിങ്ങും ഓപ്പറേറ്റേഴ്സും നമുക്കിന്ന് പഠിക്കാം. എക്സ്പ്രഷൻസും കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് നാളെ പഠിക്കാം. നാളെയും എനിക്ക് സെഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ എന്താണ് അപ്പൊ സി പ്രോഗ്രാം? എന്തിനാണ് സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് എന്തിനാണ്? സി പഠിച്ചിട്ടുണ്ടോ ഇനി മുന്നേ? ഇല്ല. ഹ്യൂമൻ റീഡബിൾ ഫോമിനെ മെഷീൻ കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലോട്ട്. എന്ത് സി പ്രോഗ്രാമിംഗ്? പ്രോഗ്രാം എന്തിനാണ്? പ്രോഗ്രാം എന്തിനാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്? ഈസി ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പം നമുക്ക് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തന്നെ ഹ്യൂമന്റെ കുറെ വർക്കിനെ കുറേം കൂടെ ഈസിയർ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഈസിയർ ആക്കാനായിട്ടാണ് ഇങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സും പുതിയ ടെക്നോളജീസ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. എല്ലാം മനുഷ്യൻ തന്നെ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് പോലുള്ള ഡിവൈസസും കുറെ പുതിയ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി അല്ല, എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഡിവൈസസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പക്ഷെ അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ പറയണം. നമ്മൾ സംസാരിക്കുന്നത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസ് ആണ്. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും മനുഷ്യർക്ക് മാത്രം മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് ഒന്നും കമ്പ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ ഡിവൈസസിനോ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഈ പല ടൈപ്പ് ഓഫ് ലാംഗ്വേജസ്. അതിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാമിംഗ്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ സി പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സി ലാംഗ്വേജിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പ്രോഗ്രാമിങ്ങിന് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. സി പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ആണ്. അപ്പം സി പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അങ്ങ് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സി പ്രോഗ്രാമിംഗ് ടൈപ്പ് ചെയ്യാനുള്ള ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാമിങ്ങിന്റെ സ്ട്രക്ചറിൽ ആദ്യം വരുന്നത് ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആണ്, രണ്ടാമത്തെ ലിങ്ക് സെക്ഷൻ, മൂന്നാമത്തെ ഡെഫിനിഷൻ സെക്ഷൻ, നാലാമത്തെ ഗ്ലോബൽ ഡിക്ലറേഷൻ, ദെൻ മെയിൻ സെക്ഷൻ, ദെൻ സബ് പ്രോഗ്രാം. ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പറയുന്നു, എ പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് 2 numbers. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ തന്നെ റൺ ചെയ്യുന്നു. പക്ഷെ അത് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ വരും ഇവാലുവേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സോ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ഡെവലപ്പർ മാത്രമായിരിക്കില്ല ആ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചറിൽ ആർക്ക് വേണമെങ്കിലും ആ പ്രോഗ്രാം യൂസ് ചെയ്യാം. സോ ആ പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ പ്രോഗ്രാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെവലപ്പർക്ക് തന്നെ ഫ്യൂച്ചറിൽ മനസ്സിലാകാനായിട്ട്, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ആ പ്രോഗ്രാം ആക്സസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാകാനുമായിട്ടാണ് നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റേഷൻ സെക്ഷൻ യൂഷ്വലി ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഡബിൾ സ്ലാഷ് മാർക്ക് കണ്ടോ, ഈ സ്ലാഷ് മാർക്കിനകത്തായിരിക്കും നമ്മൾ ഡോക്യുമെന്റേഷൻ സെക്ഷൻ കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സ്ലാഷ് മാർക്ക് കാണും, അല്ലെങ്കിൽ സ്ലാഷ് സ്റ്റാർ ദെൻ ഡോക്യുമെന്റേഷൻ ദെൻ സ്റ്റാർ സ്ലാഷ്. ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ സി പ്രോഗ്രാമിംഗ് നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ സം ഓഫ് 2 numbers ആണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ പ്രോഗ്രാം എങ്കിൽ ഡോക്യുമെന്റേഷനകത്ത് വരുന്നത് സ്ലാഷ് സ്ലാഷ് സം ഓഫ് 2 numbers. അപ്പൊ നിങ്ങൾക്ക് ആര് ഈ പ്രോഗ്രാം നോക്കിയാലും അവർക്ക് മനസ്സിലാകും ഈ പ്രോഗ്രാം 2 നമ്പേഴ്സിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണ്. അല്ല, ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ നോട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആ നോട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ കംസ് ദ ലിങ്ക് സെക്ഷൻ. ലിങ്ക് സെക്ഷനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽസിനെയൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ലിങ്ക് സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പ്രീ പ്രോസസ് ഡയറക്ടറീസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഈ എക്സാമ്പിളിനകത്ത് കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡർ ഫയലാണ്. എന്ത് ഹെഡർ ഫയല്? നമ്മൾ സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ചില പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ stdio.h എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തായിരിക്കും, ഈ ഫയലിനകത്തായിരിക്കും. സോ ആ ഫയലിനെ നമ്മൾ ഈ സി പ്രോഗ്രാമിംഗിൽ ആദ്യമേ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ ആ ഫംഗ്ഷൻസ് അകത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിന്റാക്സ് എറർ വരും.
ഓക്കെ. അതുപോലെ കോണിയോ ഡോട്ട് എച്ച് എന്ന് പറയുന്നതും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോണിയോ ഡോട്ട് എച്ച് യൂസ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ട് എച്ച് മോളിൽ ഡിഫൈൻ ചെയ്തു, പക്ഷെ താഴെ മെയിൻ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ കോണിയോ ഡോട്ട് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ താഴെ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, മോളിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ഫയൽസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം റൺ ആകത്തില്ല, എറർ വരും. ഓക്കെ. Then comes the definition section. Definition section എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെയിൻ പ്രോഗ്രാമിന്റെ അകത്ത് നിങ്ങൾ ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് ഇനി ചിലപ്പം 1-2 എക്സ്ട്രാ സബ് പ്രോഗ്രാംസും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുമായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ ഫംഗ്ഷന് മുന്നേ തന്നെ ഡിഫൈൻ ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. അതാണ് ഈ ഡെഫിനിഷൻ സെക്ഷനകത്ത് വരുന്നത്. ഇനി ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ കുറെ വേരിയബിൾസ് യൂസ് ചെയ്യും. ആ വേരിയബിൾസ് എല്ലാം തന്നെ ഒന്നെങ്കിൽ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്യാം, അതിന് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയും. മെയിൻ ഫംഗ്ഷന്റെ പുറമെയാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയും. അങ്ങനെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് നമുക്ക് ഈ പ്രോഗ്രാം ത്രൂ ഔട്ട് ദ പ്രോഗ്രാം, മെയിൻ്റെ അകത്ത് മാത്രമല്ല മെയിൻ്റെ പുറത്തും. സേ ഫോർ എക്സാമ്പിൾ A=10 എന്നാണ് ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. സോ A എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഒരു ഗ്ലോബലി ഡിക്ലെയർഡ് വേരിയബിൾ ആണ്. സോ ഈ A=10 എന്ന് പറഞ്ഞ ഈ വാല്യൂനെ എനിക്ക് മെയിൻ ഫംഗ്ഷൻ അകത്തും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ സബ് പ്രോഗ്രാമിനകത്തും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. എവിടെ ആക്സസ് ചെയ്താലും എയുടെ വാല്യൂ എനിക്ക് 10 തന്നെയായിരിക്കും കിട്ടുന്നത്. അതാണ് ഈ ഗ്ലോബലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന അഡ്വാൻറ്റേജ്. പക്ഷെ ഞാൻ ഈ A എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ മെയിൻ ഫംഗ്ഷൻ അകത്ത് മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ എങ്കിൽ എനിക്ക് ഈ സബ് പ്രോഗ്രാം കണ്ടോ, FUN ഫൺ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ അകത്ത് എനിക്ക് ആ A=10 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഞാൻ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അവിടെ എറർ കിട്ടും. A എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ മെയിൻ ഫംഗ്ഷൻ അകത്താണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരുന്നതെങ്കിൽ. ഓക്കെ. സോ ഒരു സി പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡോക്യുമെന്റേഷൻ സെക്ഷൻ കാണും, ലിങ്ക് സെക്ഷൻ കാണും, ഡെഫിനിഷൻ കാണും, ദെൻ ഗ്ലോബൽ ഡിക്ലറേഷൻ കാണും, മെയിൻ ഫംഗ്ഷൻ കാണും, സബ് പ്രോഗ്രാം കാണും. പിന്നെ ഈ എല്ലാ സെക്ഷനും എല്ലാ പ്രോഗ്രാമിനും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഡേറ്ററി ഒന്നുമല്ല. പക്ഷെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് സെക്ഷൻ, അതായത് ഈ പ്രീ പ്രോസസ്ഡ് ഡയറക്ടറീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഈ ഒരു സാധനം ഇല്ലാതെ ഒരു സി പ്രോഗ്രാമും റൺ ആകത്തില്ല. മിനിമം stdio.h എങ്കിലും കാണണം, കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യും. സോ അതെങ്കിലും കാണണം. ദെൻ മെയിൻ ഫംഗ്ഷൻ. ഈ സബ് പ്രോഗ്രാമിങ്ങും ഗ്ലോബൽ ഡിക്ലറേഷനും ഈ ഡോക്യുമെന്റേഷൻ സെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. സോ അതുപോലെ തന്നെ ഒരു സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിന്റെ എക്സിക്യൂഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നുമായിരിക്കും. ഇതിനു മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ റണ്ണിങ് കമാൻഡ്സ് റൺ ചെയ്ത് തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷൻ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടെ മുതലായിരിക്കും ഒരു പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുന്നത്. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts? കാരണം ഇത് എന്തോ ഓക്കെ പറയാം. എല്ലാം അല്ലേ? ഓക്കെ. സോ സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണ്ട. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് വേണം എഴുതാൻ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പറയും. അതൊക്കെ ബേസിക്കലി നമ്മൾ ആ ലാംഗ്വേജിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ പാരഗ്രാഫ് ഇത്ര സെന്റൻസ് കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി പുതിയൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം പേജിന്റെ ഒരു പർട്ടിക്കുലർ ലെഫ്റ്റ് സൈഡ് സ്പേസിൽ നിന്ന് കുറച്ച് സ്പേസിങ് ഇട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന വെർബൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ആ സ്ട്രക്ചർ നമ്മൾ കീപ്പ് ചെയ്യണം. ആ സ്ട്രക്ചർ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്ട്രക്ചർഡ് ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാം. സോ അതിനകത്ത് ഈ സ്ട്രക്ചറിനകത്ത് വരുന്ന മെയിൻ പാർട്സ് ആണ് ഇതെല്ലാം. ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പാർട്ടാണ്. ലിങ്ക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടാണ്. ഡെഫിനേഷൻ നെക്സ്റ്റ് പാർട്ടാണ്. ഗ്ലോബൽ ഡിക്ലറേഷൻ ഒരു പാർട്ടാണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന വേറൊരു പാർട്ടാണ്. സബ് പ്രോഗ്രാം എന്ന് പറയുന്ന വേറൊരു പാർട്ടാണ്. സോ ഇത്രയും പാർട്സ് കൂടുന്നതായിരിക്കും നമ്മുടെ ഒരു സി പ്രോഗ്രാം എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം ഈ ഡോക്യുമെന്റേഷൻ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ പ്രോഗ്രാം വേറെ ആരെങ്കിലും തേർഡ് പാർട്ടീസ് യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ പ്രോഗ്രാമിൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു സിമ്പിൾ ഗ്ലാൻസ് ഓഫ് നോട്ട് നമ്മളിവിടെ എഴുതി ചേർക്കും. അതാണ് ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ വരുന്നത്. ലിങ്ക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം സി പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട്, സി പ്രോഗ്രാം എന്നല്ല ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാം റൺ ചെയ്യാനാണെങ്കിലും നമ്മൾ കുറച്ച് ഓൾറെഡി ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. നമ്മളല്ല, ഈ ലാംഗ്വേജ് കണ്ടുപിടിച്ച ആൾക്കാർ തന്നെ ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഡെഫിനിഷൻസ് ഒക്കെ യൂസ് ചെയ്ത് മാത്രമേ ഈ പ്രോഗ്രാം റൺ ആകത്തുള്ളൂ. അപ്പൊ ആ ഡെഫിനിഷൻസിന് ഈ പ്രോഗ്രാമിന്റെ അകത്തോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് സെക്ഷനിൽ ആ ഡെഫിനിഷൻസ് ഒക്കെ ഏത് ഫയലിലാണോ എഴുതി വെച്ചിരിക്കുന്നത് ആ ഫയലിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ലിങ്ക് ചെയ്യിക്കണം. അതാണ് ഈ ലിങ്ക് സെക്ഷനിൽ വരുന്നത്. ഇനി ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു യൂസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ വേറെയും കുറെ ഫംഗ്ഷൻസ് ഇതിന്റെ അകത്ത് പ്രോഗ്രാമിന്റെ ലെങ്ത് കൂടുന്തോറും നമ്മൾ കുറെ സബ് പ്രോഗ്രാംസ് കൊണ്ടുവരും. ഈ മെയിൻ പോലെ തന്നെ വേറെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾ ഇതൊക്കെ ഇനി നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കും കേട്ടോ. സബ് പ്രോഗ്രാംസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷെ അതിന് മുന്നേ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയാതെ പോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സോ ആ ഫംഗ്ഷൻസിനെയൊക്കെ നിങ്ങൾ വേറെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻ ഫംഗ്ഷന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്ത് വെക്കാൻ പറ്റും. അതും ഈ മെയിൻ പോലെ തന്നെയായിരിക്കും നിങ്ങൾ എഴുതുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളിപ്പോ ഇത്രയും മാത്രം അറിയുക. നിങ്ങൾ ഇനി അടുത്ത ആഴ്ച നിങ്ങൾ സബ് പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആകും. ഇനി ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിൽ ഇന്റ് a = 10 എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഗ്ലോബലി ഡിക്ലെയർഡ് വേരിയബിൾ ആണ്. കാരണം അത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന് പുറമെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു സി പ്രോഗ്രാമിംഗിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ പ്രോഗ്രാമിൽ നിന്നുമായിരിക്കും. ആ മെയിൻ എവിടെയാണോ പ്രോഗ്രാമിൽ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ മെയിൻ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഞാൻ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ലൈൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ലൈൻ മുതലായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഈ മെയിൻ എന്ന് പറയുന്ന ഈ ലൈൻ ഞാൻ എഴുതി വരുന്നത് സേ ഫോർ എക്സാമ്പിൾ 20th ലൈനിലാണ്, 1 2 3 4 5 6 7 അങ്ങനെ 20th ലൈനിലാണ് ഞാൻ മെയിൻ ഫംഗ്ഷൻ എഴുതി വെക്കുന്നതെങ്കിൽ ആ 20th ലൈൻ മുതലായിരിക്കും മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈ മെയിൻ ഫംഗ്ഷൻ അകത്ത് ഞാൻ ഏതെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ലോക്കൽ വേരിയബിൾ. ആ മെയിൻ ഫംഗ്ഷന് പുറമെ ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്ലോബൽ വേരിയബിൾ. സോ ഒരു വേരിയബിൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിനെ എനിക്ക് ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും യൂസിങ് ദ സെയിം വാല്യൂ. ഇവിടെ എയുടെ വാല്യൂ 10 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്താലും ഇവിടെ കണ്ടോ പ്രിന്റ് എ വാല്യൂ ഇൻസൈഡ് മെയിൻ %d a. സോ ഇതിനകത്ത് നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ പറയാവേ, ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യുമ്പോഴും എയുടെ വാല്യൂ 10 ആയിരിക്കും വരുന്നത്. ഈ ഫൺ എന്ന് പറയുന്നത് ഒരു സബ് റൂട്ടീൻ ആണ്, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഫംഗ്ഷൻ ആണ്, സബ് പ്രോഗ്രാം ആണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോഴും സെയിം 10 തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്, എ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന് പുറത്താണ്. ഇത് പുറത്താണ് അകത്താണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേർലി ബ്രേസസ് കണ്ടോ, ഈ കേർലി ബ്രേസസ് വെച്ചിട്ടാണ്. മെയിൻ ഏത് ഫംഗ്ഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി എൻക്ലോസ്ഡ് ഇൻസൈഡ് ദീസ് ബ്രേസസ്. ഒരു ഓപ്പണിംഗ് ബ്രേസ് കാണും, ഒരു ക്ലോസിംഗ് ബ്രേസ് കാണും. ഓക്കെ, സോ ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേർലിംഗ് ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിന്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് പിന്നെ ക്ലോസ് ചെയ്തു. ഇത്രയും കൂടുന്നതാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ ഇതിന്റെ പുറത്താന്ന് പറയാൻ കാരണം ഈ കേർലി ബ്രേസസിന്റെ പുറത്താണ് a = 10 എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിരുന്നു. സോ ദിസ് a = 10 will be is declared as a global variable. സോ എനിക്ക് ഈ a = 10 എന്ന് പറഞ്ഞ ഈ വാല്യൂ എനിക്ക് മെയിൻ ഫംഗ്ഷന്റെ അകത്തും എനിക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫൺ എന്ന് പറയുന്ന സബ് പ്രോഗ്രാമിന്റെ അകത്തും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലായോ? ഇനി ഈ പറഞ്ഞ ഓരോ ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി പഠിക്കാം. മനസ്സിലായോ? ഓക്കെ, പുള്ളി മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചെങ്കിലും മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡോക്യുമെന്റേഷൻ സെക്ഷൻ നമുക്ക് ഇങ്ങനെ ഈ 2 സ്ലാഷ് ഇട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ /*/ ഇങ്ങനെ നമുക്ക് എഴുതാം. ഒരു മിനിറ്റ്. ഇങ്ങനെ എനിക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടോ?
ഇങ്ങനെ 2 രീതിയിൽ എനിക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ലിങ്ക് സെക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് ക്ലാസ് കഴിയുമ്പോൾ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഇനി ഈ സി പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ കുഞ്ഞു കുഞ്ഞു ടേംസ് ആണ്. ഫസ്റ്റ് കംസ് ദ ടോക്കൺ. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സി പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കുഞ്ഞു ടെക്സ്റ്റ്, ഇൻഡിവിജ്വൽ വേർഡ്സ്, പങ്ക്ച്വേഷൻ മാർക്ക്, അങ്ങനെ ഓരോന്നിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോക്കൺ. ടോക്കൺസ് എന്തൊക്കെയാകാം? നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ്, ഐഡന്റിഫയർ, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ്, ഇവരെ എല്ലാം നമ്മൾ എന്തെന്ന് പറയും? ടോക്കൺസ് ആണ്. ഈ കീവേഡ്, ഐഡന്റിഫയർ, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ് എന്നെല്ലാം പറയുന്നത് ടൈപ്സ് ഓഫ് ടോക്കൺസ് ആണ്. ഇതിനെല്ലാം നമ്മൾ ഓരോ ടോക്കൺ എന്നായിരിക്കും പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. സി പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മൾ എന്തെന്ന് പറയും? ടോക്കൺ. പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ അതൊരു ടോക്കൺ ആണോ? ആണോ? പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. സോ അതൊരു ടോക്കൺ ആണോ? ആണല്ലോ, ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മൾ എന്തെന്ന് പറയും? ടോക്കൺ എന്ന് പറയും. സോ ഇവിടെ ഈ എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ലേ ഈ കേസില്? ഇൻഡ് എ ഈക്വൽ ടു 10. ഇതിൽ എ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണല്ലോ, അത് ടോക്കൺ ആണോ? അതെ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ടോക്കൺസ്. ഇനി നമ്മൾ ഈ ടോക്കൺസിനകത്ത് നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചു. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ്. ഇനി ഇതെന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കം ദ കീവേഡ്. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസർവ്ഡ് വേർഡ്സ് ആണ്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയി, അവിടെ റിസർവ്ഡ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അവിടെ നിങ്ങൾക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ബുക്ക്ഡ് ആണ്, ഓൾറെഡി ബുക്ക്ഡ് ആണ്. സോ കീവേഡ് എന്ന് പറയുന്നത് റിസർവ്ഡ് വേർഡ്സ് ആണ്, വിച്ച് മീൻസ് കീവേഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് എല്ലാം ഓൾറെഡി ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ആ വേർഡ്സിനെ ഒന്നും യൂസറിന് അവരുടെ ഇഷ്ടത്തിന് മീനിങ് മാറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കീവേഡ്സിന് അതിൻ്റെതായിട്ടുള്ള മീനിങ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രോഗ്രാമില്. സോ അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ ഇവിടെയും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ കീവേഡ്സ് ആർ നോൺ ആസ് റിസർവ്ഡ് വേർഡ്സ്. ആ ഓരോ കീവേഡ്സിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ കീവേഡ്സ് യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് കീവേഡ്സ് ആർ ഓട്ടോ, ക്യാർ, ഇന്റ്, ലോങ്, ഗോ ടു, റിട്ടേൺ. ഇതെല്ലാം നമ്മൾ പ്രോഗ്രാമിൽ, സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ചില കീവേഡ്സ് ആണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കീവേഡ്സിനെ ഒരിക്കലും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല. ഐഡന്റിഫയർ എന്താണെന്നുള്ളത് നെക്സ്റ്റ് പറയാം. ഇനി സി പ്രോഗ്രാമിൽ നമുക്ക് ഒരു ബേസിക്കലി 32 കീവേഡ്സ് ആണുള്ളത്. ഓക്കെ, ഇതാണ് ആ 32 കീവേഡ്സ്. ഈ കീവേഡ്സിനെ ഒന്നും നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റത്തില്ല. സേ ഫോർ എക്സാമ്പിൾ AUTO, ഓട്ടോ. ഈ ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് അതിന്റെ മീനിങ് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. A എന്ന് പറയുന്ന സ്മോൾ ലെറ്ററിന്റെ അവിടെ കൊണ്ട് നിങ്ങൾ ക്യാപിറ്റൽ A ചേർത്ത് കഴിഞ്ഞാൽ അത് ഈ കീവേഡിന് മീനിങ് തരത്തില്ല. മനസ്സിലായോ? സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാലേ ഉള്ളൂ ഈ ഓട്ടോ എന്ന് പറയുന്ന വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾറെഡി നമ്മൾ എന്ത് മീനിങ് ആണോ എഴുതി വെച്ചിരിക്കുന്നത് ആ മീനിങ് അവിടെ വർക്ക്ഔട്ട് ആകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഒരു 32 കീവേഡ്സ് ആണ് സി പ്രോഗ്രാമിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കീവേഡ്സ് എല്ലാം ഈ ഓരോ കീവേഡ്സിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മാത്രമേ ആ മീനിങ് അവിടെ എക്സിബിറ്റ് ആകത്തുള്ളൂ. Then comes the identifiers. Identifiers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മൾ കുറെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും, കോൺസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യും, ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യും. അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഓരോ വേരിയബിൾസിനെയും കോൺസ്റ്റൻസിനെയും ഫങ്ഷൻസിനെയും ഒക്കെ നമ്മൾ എന്തെന്ന് പറയും? ഐഡന്റിഫയർ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഐഡന്റിഫയറിനെ നമ്മൾ നമ്മുടെ സി പ്രോഗ്രാമിംഗിൽ എഴുതാനായിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യണം. റൂൾസ് ഫോർ ആൻ ഐഡന്റിഫയർ. ഒരു ഐഡന്റിഫയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ, ഫങ്ഷൻ, കോൺസ്റ്റന്റ്.
ഇതിനെല്ലാം തന്നെ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേര് കൊടുത്തായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ പേര് കൊടുക്കുമ്പോൾ അതിനെല്ലാം ഐഡന്റിഫയർ എന്ന് പറയും. എല്ലാത്തിനെയും കൂടെ ഒരു കാറ്റഗറിയിൽ ഐഡന്റിഫയർ എന്ന് കൊണ്ടുവരും. അപ്പം അതിന് ഓരോന്നിനും പേര് കൊടുക്കുമ്പോൾ അതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്ത് വേണം നെയിമിങ് ചെയ്യാനായിട്ട്. അതിന്റെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, ഐഡന്റിഫയറിന്റെ പേര് എപ്പോഴും ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ഒന്നെങ്കിൽ ആൽഫബറ്റ്സ് മാത്രമാകാം, സ്മോൾ ലെറ്റേഴ്സ് മാത്രമാകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും വരാം, അതുപോലെ നമ്പേഴ്സും വരാം, അതുപോലെ അണ്ടർസ്കോറും വരാം. ഓക്കെ. ദെൻ ഒരിക്കലും ഒരു ഐഡന്റിഫയറിന്റെ പേര് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അണ്ടർസ്കോർ മാത്രം അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വേരിയബിൾ സ്റ്റാർട്ട്, ഞാൻ ഒരു എക്സാമ്പിൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ഓക്കെ. ഇതിന് ഞാൻ പക്ഷെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 1A എന്നാണ്. ഇതൊരു ഇൻവാലിഡ് ടൈപ്പ് ആണ്. ഇങ്ങനെ എഴുതാൻ പാടില്ല. എഴുതുവാണെങ്കിൽ A1 എന്ന് എഴുതാം, പക്ഷെ 1A എന്ന് എഴുതരുത്. കാരണം എപ്പോഴും ഒരു ഐഡന്റിഫയർ ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആൽഫബറ്റ്സ് വെച്ചിട്ടായിരിക്കണം, നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇടയ്ക്ക് വരാം നമ്പേഴ്സ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്പർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. ദെൻ ഐഡന്റിഫയേഴ്സ് ആർ ഓൾസോ കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് ആണ്. സോ ഞാൻ ഇവിടെ ഇത് കണ്ടോ, നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇവിടെ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ N മാത്രം ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ. പക്ഷെ സി പ്രോഗ്രാമിംഗ് ഈ രണ്ടെണ്ണത്തിന് കൺസിഡർ ചെയ്യുന്നത് രണ്ടും രണ്ട് ഐഡന്റിഫയർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടും രണ്ട് വേരിയബിൾ ആയിട്ടായിരിക്കും സി പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണ്, ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇവിടെ N എന്ന് പറഞ്ഞ ലെറ്റർ മാത്രം ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. സോ സി പ്രോഗ്രാം വിൽ കൺസിഡർ ദീസ് ടു ആസ് ടു ഇൻഡിവിജ്വൽ ഐഡന്റിഫയേഴ്സ്, നോട്ട് ദ സെയിം. കേൾക്കുമ്പോൾ സെയിം ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സി പ്രോഗ്രാമിന്റെ കമ്പൈലർ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും രണ്ട് ഐഡന്റിഫയർ ആയിട്ടായിരിക്കും. ഓക്കെ. ഇനി കീവേഡ്സ് ആർ നോട്ട് അലൗഡ് ടു ബി യൂസ്ഡ് ആസ് ഐഡന്റിഫയേഴ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, ദേ ആർ റിസർവ്ഡ് വേർഡ്സ് ആണ്. സോ ഐഡന്റിഫയർ ആയിട്ട് എനിക്ക് ഒരിക്കലും കീവേഡ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് ഐഡന്റിഫയറിന്റെ നെയിമിംഗിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നെയിം ചെയ്യുമ്പോൾ വൈറ്റ് സ്പേസ് യൂസ് ചെയ്യരുത്. മാക്സിമം നമ്പർ നമുക്ക് ഒരു 63 ലെങ്ത് വരെയുള്ള ഐഡന്റിഫയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. മാക്സിമം അത്രയൊന്നും ചെയ്യത്തില്ല. സേ ഫോർ എക്സാമ്പിൾ ABCDEFG അങ്ങനെ Z വരെയൊക്കെയുള്ള നിങ്ങൾ വേരിയബിൾസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമോ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും പാട്. പിന്നെയും നിങ്ങൾ ആ വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ അത്രയും വലിയ വേരിയബിൾ നിങ്ങൾ തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്യണം. സോ ഒബ്വിയസ്ലി നമ്മൾ അത്രയും വലുതൊന്നും യൂസ് ചെയ്യാൻ പോകത്തില്ല. മാക്സിമം നമുക്ക് 63 ലെങ്ത് വരെയുള്ള ഐഡന്റിഫയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഐഡന്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ റൂൾസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും ഫോർ എക്സാം. മനസ്സിലാവുന്നുണ്ടോ? ഈ റൂൾസ് നിങ്ങൾ പഠിക്കണം. ഈ റൂൾസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കാണും. ഈ സെക്ഷൻ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം. നെക്സ്റ്റ്, വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഓരോ നിങ്ങളിപ്പം സേ ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ട് വാല്യൂസിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യണം, A and B. A equal to 4, B equal to 5. ഓക്കെ. ഇങ്ങനെ രണ്ട് വാല്യൂസിന്റെ സം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് C equal to A plus B. എത്രയായിരിക്കും വാല്യൂ കിട്ടുന്നത് C equal to A plus B ചെയ്യുമ്പോൾ? 9 ആണല്ലോ. ഇത് ഞാൻ പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ എയുടെ വാല്യൂ അല്ലെങ്കിൽ ഈ 4 and 5 എന്ന് പറഞ്ഞ ഈ രണ്ട് വാല്യൂസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്താൽ മാത്രമല്ലേ എനിക്ക് സിയിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് പോകണ്ടേ മെമ്മറിയിൽ. സോ സേവ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മെമ്മറിയിൽ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇവിടെ A equal to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് is a variable. That variable will be storing or that variable will be holding the memory to store the value 4. A എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിൽ ആ മെമ്മറിനെ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ടാണ് ഈ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ A എന്ന് പറയുന്ന മെമ്മറി ഞാൻ ഈ വേരിയബിൾ യൂസ് ചെയ്യുമ്പം ഈ 4 എന്ന് പറയുന്ന വാല്യൂനെ എനിക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ മാത്രമാണ് A. അപ്പം A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം മെമ്മറി ആണോ വേണ്ടത് ആ മെമ്മറി എനിക്ക്
സ്റ്റോറേജിൽ മാറ്റി വെക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വേരിയബിള് യൂസ് ചെയ്യുന്നത്. സോ വേരിയബിളിന്റെ ടോക്കന്റെ കേസിൽ ഏതെന്തോ പറയണ്ടായിരുന്നു. ടോക്കന്റെ കേസിൽ എന്താ പറഞ്ഞേ, മനസ്സിലായില്ല. ടോക്കന്റെ കേസിൽ കീവേഡ്സ് ഐഡന്റിഫൈ കോൺസ്റ്റന്റ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് അതല്ല നമ്മൾ മറ്റേ എക്സാമ്പിൾ ഇന്ത്യ ഈക്വൽ ടു 10 അതിൽ വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞില്ലേ. ഒരു മിനിറ്റ്. ഇവിടെ ഇന്ത്യ ഈക്വൽ ടു 10. ഇവിടെ അവിടെ ടോക്കൺ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. ഓക്കെ, ടോക്കണിന്റെ അകത്ത് ഏതൊക്കെ കാറ്റഗറീസ് ഉള്ളത്? കീവേഡ് എന്ന് പറയുന്നത് ഒരു ടോക്കൺ ആണ്, ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഒരു ടോക്കൺ ആണ്. അപ്പം എ എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ഐഡന്റിഫയർ. അപ്പൊ അതൊരു ടോക്കൺ അല്ലേ? മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടെ ഞാൻ ഈ മെമ്മറിയുടെ കാര്യം ഞാൻ ടോക്കൺ അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ വേരിയബിൾസിനെയൊക്കെ നമ്മൾ ഈ മെമ്മറിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഓരോ നമ്പേഴ്സിനെയും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെയും സ്ട്രിങ്സിനെയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ സ്റ്റോറേജിൽ ഒരു പർട്ടിക്കുലർ സ്പേസ് നമുക്ക് വേണം. ആ സ്പേസ് നമുക്ക് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഹോൾഡേഴ്സ് ആണ് ആക്ച്വലി ഈ വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസിനെ യൂഷ്വലി ഡിക്ലെയർ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സിന്റാക്സ് ഉണ്ട്. സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ദെൻ വേരിയബിൾ നെയിം. ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫ്ലോട്ട്, പ്രൈസ്. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നതാണ് വേരിയബിൾ ഓർ ദ ഐഡന്റിഫയർ. വേരിയബിൾ ഒരു ഐഡന്റിഫയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. വേരിയബിൾ ഒരു ഐഡന്റിഫയർ ആണ്. സോ വേരിയബിൾ എന്ന് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ പ്രൈസ് ആണ്. ആ പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്ക് പല ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ഉണ്ട്, അത് ഇനി പറയാം. സോ ഹിയർ പ്രൈസ് ഇസ് എ വേരിയബിൾ വിച്ച് ഹോൾഡ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. സോ എനിക്ക് അതുപോലെ ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വേണമെങ്കിൽ ഈ വേരിയബിളിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും എനിക്ക് അപ്പൊ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാം. യൂഷ്വലി നമ്മൾ ചെയ്യാറില്ല. വേണം കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസിന്റെ കേസിൽ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇന്റ് എക്സ്. സോ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് വിച്ച് ഹോൾഡ് എ വാല്യൂ ഓഫ് ദ ടൈപ്പ് ഇന്റിജർ. ഹിയർ എക്സിന്റെ വാല്യൂ ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത് 5 ആയിട്ടാണ്. സോ എക്സിന്റെ വാല്യൂ വിൽ ബി 5. സോ മെമ്മറിയിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരിക്കുന്ന അഡ്രസ് സ്പേസിൽ 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എക്സ് ഇസ് എ വേരിയബിൾ വിച്ച് ഹോൾഡ്സ് എ വാല്യൂ 5. ഓക്കെ, ഇനി ഈ വേരിയബിൾസ് നമ്മൾ എഴുതുമ്പോഴും അതിന്റെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യണം. നമ്മൾ ഐഡന്റിഫയറിന് പറഞ്ഞ ആ സെയിം സെറ്റ് റൂൾ തന്നെയാണ്. വേരിയബിൾ ഷുഡ് ഓൾവേസ് ബി ഡിക്ലെയർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫംഗ്ഷൻ. സി പ്രോഗ്രാമിംഗിന്റെ കേസിൽ എല്ലാ വേരിയബിൾസും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ വേരിയബിൾസും ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഡിക്ലെയർ ചെയ്യാത്ത ഒരു വേരിയബിളും പ്രോഗ്രാമിന്റെ അകത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. സേ ഫോർ എക്സാമ്പിൾ ഇന്റ് എ എന്നാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പ്രോഗ്രാമിനകത്ത് എ ഈക്വൽ ടു C+D ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എറർ വരുമോ വരത്തില്ലയോ? എ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? കാരണം എന്താണ്? എ ക്യാപിറ്റൽ ആണ്. കാരണം സി പ്രോഗ്രാമിംഗ് കേസ് സെൻസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് ക്യാപിറ്റൽ എ ഈക്വൽ ടു C+B എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എ ഡിക്ലെയർ ചെയ്തത് സ്മോൾ എ ആയിട്ടാണ്. സോ എന്ത് മനസ്സിലാക്കും? എ എന്ന് പറഞ്ഞ വേരിയബിൾ അൺഡിക്ലെയർഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള എറർ നിങ്ങൾക്ക് വരും. സോ വേരിയബിൾ ഷുഡ് ഓൾവേസ് ബി ഡിക്ലെയർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫംഗ്ഷൻ. എ വേരിയബിൾ നെയിം ഷുഡ് ബിഗിൻ വിത്ത് ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. മുന്നേ നമ്മൾ ഐഡന്റിഫയറിന് പറഞ്ഞ സെയിം റൂൾ. എപ്പോഴും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വേരിയബിൾ സ്റ്റാർട്ട് വിത്ത് ആൻ ആൽഫബറ്റ് ഓർ ആൻ അണ്ടർസ്കോർ. ഓക്കെ, ഒരിക്കലും നമ്പേഴ്സ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എ വേരിയബിൾ നെയിം കാൺ എക്സീഡ് 31 ക്യാരക്ടേഴ്സ്. ഒരിക്കലും 31 ക്യാരക്ടേഴ്സ് എക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ് വിത്തിൻ ദ വേരിയബിൾ നെയിം ഇൻക്ലൂഡിംഗ് സ്പേസസ്. നമ്മൾ പേര് എഴുതുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഒക്കെ ഇട്ട് ഒരിക്കലും വേരിയബിൾ നെയിം ചെയ്യാൻ പാടില്ല. അണ്ടർസ്കോർ അവൈലബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ സ്പേസ് ഇടരുത്. കീവേഡ്സ് cannot be used as variable names. സോ ഇത്രയും സെറ്റ്, ഈ 5 റൂൾസ് ഫോളോ ചെയ്യണം നമ്മൾ വേരിയബിൾ നെയിം ചെയ്യുമ്പോൾ. എന്തൊക്കെയായിരുന്നു? ഒരിക്കലും നമുക്ക് ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വേരിയബിൾസും നമ്മൾ ഫംഗ്ഷന്റെ ആദ്യമേ തന്നെ, മെയിൻ ഫംഗ്ഷൻ ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം.
അതുപോലെ തന്നെ എല്ലാ വേരിയബിളും ഷുഡ് സ്റ്റാർട്ട് വിത്ത് ആൻ ആൽഫബറ്റ് ഓർ ആൻ അണ്ടർസ്കോർ. ഒരിക്കലും വേരിയബിൾ നെയിം കാണ്ട് എക്സീഡ് 31 ക്യാരക്ടേഴ്സ്. പിന്നെ ഒരിക്കലും വൈറ്റ് സ്പേസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല വേരിയബിൾ നെയിമിന്റെ ഇടയ്ക്ക്. പിന്നെ കീവേഡ്സ് ഒരിക്കലും വേരിയബിൾ നെയിംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് വാലിഡ് ആയിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് വേരിയബിൾസ് ആണ് ഇതെല്ലാം. ഇന്റ് A2 ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആൻ ആൽഫബറ്റ്. പിന്നെ നമുക്കൊരു നമ്പർ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇന്റ് അണ്ടർസ്കോർ A1 സ്റ്റാർട്ടഡ് വിത്ത് ആൻ അണ്ടർസ്കോർ, കുഴപ്പമില്ല. ഡബിൾ A_B_C ഇവിടെയും കുഴപ്പമില്ല, കാരണം ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് വൈറ്റ് സ്പേസിന് പകരം അവർ യൂസ് ചെയ്തിരിക്കുന്നത് അണ്ടർസ്കോർ ആണ്, അപ്പം അതും കുഴപ്പമില്ല. ഇനി ഇൻവാലിഡ് വേരിയബിൾസ് നോക്കിക്കേ. ഫ്ലോട്ട് 1A സ്റ്റാർട്ടഡ് വിത്ത് ആൽഫബറ്റ് ആണോ? അല്ല. സ്റ്റാർട്ടഡ് വിത്ത് അണ്ടർസ്കോർ ആണോ? അല്ല. സോ ഇത് ഇൻവാലിഡ് ആണ്. അതുപോലെ ഇടയ്ക്ക് വൈറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ കേസ്. സോ ദിസ് ഈസ് ഓൾസോ ഇൻവാലിഡ്. ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡോളർ സിമ്പിൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ഇതൊന്നും വേരിയബിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. സോ ദിസ് ഈസ് ഓൾസോ ഇൻവാലിഡ്. ഇവിടെ സ്റ്റാർട്ടഡ് വിത്ത് ആൻ ഡോളർ സിമ്പിൾ. സോ ദിസ് ഈസ് ഓൾസോ ഇൻവാലിഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ പോലെ തന്നെയാണ് കോൺസ്റ്റന്റ്. ആക്ച്വലി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് കോൺസ്റ്റന്റ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു കീവേഡും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ബേസിക്കലി അത്രേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ എനെ ഞാൻ ഒരു വാല്യൂ 10 എന്ന് പറഞ്ഞ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ എയുടെ വാല്യൂ 10 തന്നെയായിരിക്കും. ഒരിക്കലും എനിക്ക് എന്റെ വാല്യൂ ഇടയ്ക്ക് പോയിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വേരിയബിൾ ഞാൻ ചുമ്മാ ഇന്റെ A ഈക്വൽ ടു ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് A ഈക്വൽ ടു 10 എന്ന് ഞാൻ ഇവിടെ ചെയ്തു. ഇനി എനിക്ക് വേണമെങ്കിൽ A ഈക്വൽ ടു A+2 ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് മാറ്റാം. അപ്പൊ ഇവിടെ എയുടെ വാല്യൂ എത്രയാകും? 10 + 2 12. എനിക്ക് എയുടെ വാല്യൂ 12 ആക്കാൻ പറ്റും. പക്ഷെ ഒരു വേരിയബിൾ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അതിന്റെ വാല്യൂ മാറ്റാൻ പറ്റത്തില്ല. സോ കോൺസ്റ്റന്റ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിന്റാക്സ് എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യും. ദെൻ യൂഷ്വലി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെയാണ് ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. നമുക്ക് അതുപോലെ പോയിന്റേഴ്സിനെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. പോയിന്റർ ഒക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ, അതുകൊണ്ട് നോക്കിക്കോ. കോൺസ്റ്റ്, ഡേറ്റ ടൈപ്പ്, പോയിന്റർ, വേരിയബിൾ. സോ പല ടൈപ്സ് ഓഫ് കോൺസ്റ്റന്റ്സ് ആണ് നമുക്കുള്ളത്. അത് കോൺസ്റ്റന്റ്സ് പല ടൈപ്പ് വരാൻ കാരണം നമുക്ക് അത്രയും ടൈപ്പ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത്രയും ടൈപ്പ് കോൺസ്റ്റന്റ്സ് നമുക്ക് വേരി ആവുന്നത്. സോ ഇന്റിജർ കോൺസ്റ്റന്റ്സ് ഉണ്ട്, റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ് ഉണ്ട്, ഒക്ടൽ കോൺസ്റ്റന്റ് ഉണ്ട്, ഹെക്സൽ ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് ഉണ്ട്, സ്ട്രിംഗ് കോൺസ്റ്റന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഡേറ്റ ടൈപ്പ്. ഞാൻ ആദ്യം പോലെ പറയുന്നുണ്ട് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സി പ്രോഗ്രാമിംഗിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഓരോ വേരിയബിൾസ് അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻസിനും അതിൻ്റെതായിട്ട് നമ്മൾ മെമ്മറിയിൽ ഒരു പർട്ടിക്കുലർ സ്പേസ് കൊടുക്കുന്നുണ്ട്. സോ എന്തുമാത്രം സ്പേസ് ആണ് ആ ഓരോ വേരിയബിളിനും അല്ലെങ്കിൽ ആ ഓരോ കോൺസ്റ്റന്റ്സിനും അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻസിനും അവിടെ ആവശ്യമായിട്ട് വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഡേറ്റ ടൈപ്പാണ്. ഡേറ്റ ടൈപ്പ് ആണ് ഒരു പർട്ടിക്കുലർ വേരിയബിൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐഡന്റിഫയറിന് എന്തുമാത്രം സ്പേസ് ആണ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ ഡേറ്റ ടൈപ്പ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ബേസിക്കലി നമുക്ക് സിയുടെ ഡേറ്റ ടൈപ്സിനെ നമുക്ക് പ്രൈമറി ഡേറ്റ ടൈപ്സ് എന്നും യൂസ് ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ പ്രൈമറി ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ, ഇൻഡിജർ, ഫ്ലോട്ട്, ബൂളിയൻ. ഈ 4 ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് സിയിൽ പ്രൈമറി ഡേറ്റ ടൈപ്സിന്റെ കീഴെ വരുന്നത്. ഇനി ക്യാരക്ടർ നമുക്ക് പിന്നെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ക്യാർ, സൈൻഡ് ക്യാർ, അൺസൈൻഡ് ക്യാർ. ദെൻ ഇൻഡിജർ നമുക്ക് പിന്നെയും 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. സൈൻഡിനെ പിന്നെയും കാറ്റഗറൈസ് ചെയ്യുന്നു 3 ആയിട്ട്, സൈൻഡ് ഇൻഡിജർ, സൈൻഡ് ഷോർട്ട് ഇന്റ്, സൈൻഡ് ലോങ് ഇന്റ്. ദെൻ അൺസൈൻഡ് ഇൻഡിജറിനെയോ അൺസൈൻഡ് ഇന്റ്, അൺസൈൻഡ് ഷോർട്ട് ഇന്റ്, അൺസൈൻഡ് ലോങ് ഇന്റ്. ഇനി ഫ്ലോട്ടിനെ നമുക്ക് പിന്നെയും കാറ്റഗറൈസ് ചെയ്യുന്നു, ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ, ദെൻ ബൂളിയൻ. സോ ഈ ഓരോന്നിനും ഇങ്ങനെ ഇത്രയും കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഇത്രയും കാറ്റഗറീസ് ഓഫ് മെമ്മറി അലൊക്കേഷൻസും കാണും. ഞാൻ ഒരു വേരിയബിളിനെ ഇൻഡിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അത്രമാത്രം മെമ്മറി മതി ആ വേരിയബിളിനെ എനിക്ക് മെമ്മറിയിൽ അലൊക്കേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാനൊരു വേരിയബിളിനെ ഷോർട്ട് ഇന്റ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റിനും ഷോർട്ട് ഇനും തമ്മിൽ മെമ്മറിയുടെ ഒരു ചെറിയ ഡിഫറൻസ് കാണും. അല്ലെങ്കിൽ ഇൻഡിജറിനും ഫ്ലോട്ടും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇൻഡിജർ ആണെങ്കിൽ 2 മതി, ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ് ആവശ്യം വരുന്നത്, ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്.
ബൂളിയൻ ആണെങ്കിൽ എത്രയായിരിക്കും? 0 or 1 അല്ലേ ബൂളിയൻ? ട്രൂ ഓർ ഫോൾസ്? സോ 1 ബിറ്റ് മതി ആക്ച്വലി. സോ ഇതാണ് നമ്മുടെ ബേസിക്കലി പ്രൈമറി ഡേറ്റ ടൈപ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ടേബിൾ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ആ കണ്ടോ? ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സൈസ് 1 ബൈറ്റ് ആണ്. ഇന്റിജർ ആണെങ്കിൽ 2 ബൈറ്റ്സ് ആണ് വേണ്ടത്. ഫ്ലോട്ടിംഗ് ആയിട്ടാണെങ്കിലോ 4 ബൈറ്റ്സ്. ഇതിന്റെ റേഞ്ചസ് ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ക്യാരക്ടർ വാല്യൂ 1 ആണ്, നമുക്ക് ഏത് റേഞ്ച് ഓഫ് വാല്യൂസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള റേഞ്ച് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിലും സൈസ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇന്റിജർ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ വരും. ഫ്ലോട്ട് ആണെങ്കിൽ 4, ഡബിൾ ആണെങ്കിൽ 8, ലോങ് ഡബിൾ ആണെങ്കിൽ 10, ലോങ് ഇന്റ് ആണെങ്കിൽ 4, ഷോർട്ട് ഇന്റ് ആണെങ്കിൽ 2. ഷോർട്ട് ഇന്റിനും ഇന്റും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കണ്ടായിരുന്നോ? ഇന്റിനും 2 ആണ്, ഷോർട്ട് ഇന്റിനും 2 ആണ്. അൺസൈൻഡ് ഷോർട്ട് ഇന്റും 2 ആണ്. പക്ഷെ ഇന്റും ഫ്ലോട്ടും തമ്മിൽ കണ്ടോ 2 ബൈറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഫ്ലോട്ടും ഡബിളും തമ്മിൽ 8 ബൈറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഡബിളും ലോങ് ഡബിളും തമ്മിൽ 2 ബൈറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഓരോ ടൈപ്പ് ഡേറ്റ ടൈപ്സിനും എന്തുമാത്രം മെമ്മറി സ്പേസ് ആണ് വേണ്ടി വരുന്നതെന്നുള്ള കാറ്റഗറൈസേഷൻ. ഓക്കെ, സോ അതാണ് ബേസിക്കലി പ്രൈമറി ഡേറ്റ ടൈപ്സ് ഇത്രയുമാണ് ഉള്ളത്. അതിന്റെ സബ് കാറ്റഗറീസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിന്റെ മെമ്മറി അലൊക്കേഷൻസ് എത്രയാണെന്നുള്ളത് ഞാൻ താഴെ ടേബിൾ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി. Then comes the user defined data types. User defined data types എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്സിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചുമ്മാ അങ്ങ് എല്ലാവർക്കും ഒരു ഡേറ്റ ടൈപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് അവിടെ 2 ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സേ ഉള്ളൂ. വൺ ഈസ് ടൈപ്പ് ഡിഫ് ആൻഡ് ഇനഫ്. ഈ 2 ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ഡിഫ്. ടൈപ്പ് ഡെഫ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ടൈപ്പ് ഡെഫിനിഷന് വേണ്ടിയിട്ടാണ്. The user defined data type identifier can be later used to create declare variables. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? ഏത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ്? ഏത് ഡേറ്റ ടൈപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ? അല്ല, എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ ഏത് ഡേറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഇന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എ എന്ന് പറയുന്ന വേരിയബിൾ എനിക്കിപ്പം ഇന്റ് എന്ന് പറഞ്ഞ ഇത് മാത്രം യൂസ് ചെയ്താലേ എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഇന്റിന് പകരം എനിക്ക് വേറൊരു നെയിം കൊടുക്കണം, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ഡെഫ് ഇന്റ്. ഈ ഇന്റിജറിനകത്ത് നമ്മൾ യൂഷ്വലി നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാറുള്ളൂ. സോ ഞാൻ നമ്പർ കൊടുത്തു. ഇനി യൂഷ്വലി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം എനെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് യൂഷ്വലി ഡിക്ലെയർ ചെയ്യുന്നത് ഇന്റ് എ എന്നല്ലേ. അതിന് പകരം എനിക്കിനി എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിജറിന് പകരം ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? നം. ഇനി ഈ ഇന്റിജർ എവിടെയൊക്കെയാണോ ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് പകരം എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നം യൂസ് ചെയ്യാൻ പറ്റും. സോ നം എ. ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പം ഇന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആയിരുന്നു. ആ ഡേറ്റ ടൈപ്പിന് ഞാൻ അതിന്റെ പേര് ഞാൻ മാറ്റി നം ആയിട്ട്. ഓക്കെ, ഈ നം എന്ന് പറയുന്ന ഈ പേര് യൂസ് ചെയ്ത് എനിക്കിനി എ എന്ന് പറയുന്ന വേരിയബിളിനെ ഇന്റിജർ ടൈപ്പ് ആയിട്ട് തന്നെ എനിക്ക് ഡിക്ലെയർ ചെയ്യാം യൂസിങ് ദ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ടൈപ്പ് എഫ്. മനസ്സിലായോ? ഓക്കെ, യൂഷ്വലി നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഇന്റിജറിനെ ഡിക്ലെയർ ചെയ്യാൻ ഇന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം എനിക്കൊരു പേര് മാറ്റണം, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്ത് ഏത് ഡേറ്റ ടൈപ്പിന്റെ പേരാണോ എനിക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഡേറ്റ ടൈപ്പ് എഴുതുക. എന്നിട്ട് ഏതാണോ പുതിയ പേര് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. എന്നിട്ട് ഇനി പുതിയ പേര് യൂസ് ചെയ്ത് എനിക്ക് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ടൈപ്പ് ഡെഫ്. ഇത് കണ്ടോ, ഇവിടുത്തെ എക്സാമ്പിൾ കണ്ടോ? ടൈപ്പ് ഡെഫ് ഇന്റ് ഇന്റീജർ. സോ ഇന്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ഇന്റീജർ ആണ്. സോ എനിക്ക് അപ്പം ഇന്റീജർ യൂസ് ചെയ്ത് ഇനി വേരിയബിൾസ് എനിക്ക് ഡിക്ലെയർ ചെയ്താൽ മതി. ഇന്റീജർ num1, num2, which means num1 and num2 are 2 integer variables declared using the data type integer. It is user defined using the user defined data type type def. മനസ്സിലായോ?
നെക്സ്റ്റ് ഈസ് അടുത്ത യൂസ് ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഏതായിരുന്നു? ഒരെണ്ണം ടൈപ്പ് ഡെഫ് ആയിരുന്നു. ഒരെണ്ണം ഏതാ? ഈനം. ഓക്കെ, ഈനം അതിന്റെ ആക്ച്വൽ നെയിം എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്റഡ് ടൈപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, ഈ എന്യൂമറേറ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും കുറച്ചും എളുപ്പം. ഈ ഒരു പ്രോഗ്രാം കണ്ടോ? ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ ഈ വീക്ക് എന്ന് പറയുന്ന വേരിയബിളിനെ ഈനമായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡിക്ലെയർ ചെയ്തതിനകത്ത് ഈ വാല്യൂസ് കണ്ടോ കേർലി ബ്രേസസിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഇതെല്ലാം ഈ വീക്ക് എന്ന് പറയുന്ന വേരിയബിളിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, വീക്കിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് ഈ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നുള്ളത്. പക്ഷെ ഈ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ വീക്കിലേക്ക് സൺഡേ എന്നുള്ള വാല്യൂ ആയിരിക്കത്തില്ല സ്റ്റോർ ആകുന്നത്, അല്ലെങ്കിൽ സൺഡേ എന്ന് പറഞ്ഞ സ്ട്രിങ് ആയിരിക്കത്തില്ല സ്റ്റോർ ആകുന്നത്. അതിന് പകരം സൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മെമ്മറിയിൽ സ്റ്റോർ ആകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. മൺഡേക്ക് 1, ട്യൂസ്ഡേക്ക് 2, വെനസ്ഡേക്ക് 3, തേഴ്സ്ഡേക്ക് 4, ഫ്രൈഡേക്ക് 6, സാറ്റർഡേക്ക് 5, 6. അപ്പം 0 to 0 എക്സെട്ര 0, 1, 2, 3 അങ്ങനെ ആയിരിക്കും ഈ വീക്കിലേക്ക് ഈ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് അസൈൻ ആകുന്ന വാല്യൂസ്. ഇനി അത് ആക്സസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക് എന്ന് പറയുന്ന വേരിയബിൾ, ഈനം വീക്ക് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഞാൻ ഒരു പുതിയ വാല്യൂ കൊടുക്കുകയാണ്. ടുഡേ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂ ഇതിനകത്തുണ്ടോ? ഇല്ല. സൺഡേ മുതൽ സാറ്റർഡേ വരെ മാത്രമേ ഉള്ളൂ. സോ അതിലേക്ക് ഞാൻ ടുഡേ എന്ന് പറഞ്ഞ ഒരു പുതിയ വേരിയബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുകയാണ്. സോ ടുഡേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്ഡേ ആണ്. ഓക്കെ, വെനസ്ഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? സൺഡേ 0 ആണെങ്കിൽ വെനസ്ഡേയുടെ വാല്യൂ എത്രയായിരിക്കും? 3. അപ്പം ടുഡേയിലേക്ക് എനിക്ക് അസൈൻ ആകുന്ന വാല്യൂ അപ്പൊ എത്രയാണ്? ആക്ച്വലി വെനസ്ഡേക്ക് പകരം അസൈൻ ആകുന്ന വാല്യൂ എത്രയായിരിക്കും? 3. സോ പ്രിന്റ് പെർസെന്റേജ് ഡേ അതൊക്കെ പോട്ടെ, കോമ ടുഡേ പ്ലസ് 1. ടുഡേയിൽ ഇപ്പൊ കിടക്കുന്ന വാല്യൂ എത്രയാണ്? 0, 1, 2, 3. 3 പ്ലസ് 1 ആണ്. സോ ഇവിടെ എനിക്ക് പ്രിന്റ് ആവുന്ന വാല്യൂ എത്രയായിരിക്കും? 4. മനസ്സിലായോ? സോ ഈനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമില് ഈ വേരിയബിൾസിനെ എല്ലാം നമുക്ക് വേരിയബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇന്റിജർ വാല്യൂസ് ഡിഫൈൻ ചെയ്ത് ഒരു അരിത്മെറ്റിക് ടൈപ്പിലേക്ക് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈനം. അങ്ങനെ കുറെ ഒന്നും യൂസ് ചെയ്യാറില്ല ഈ ഈനം ഡേറ്റ ടൈപ്സ്. ചില പ്രോഗ്രാംസ് നമുക്ക് യൂസ് ചെയ്യപ്പെടും. ഈ വീക്ക്, കാലണ്ടർ, അതൊക്കെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഈനം ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. എല്ലാത്തിനും ഒന്നും ഈനം അങ്ങ് യൂസ് ചെയ്യാറില്ല. സോ ഇതാണ് ഈനം ഡേറ്റ ടൈപ്പ്. ഈനം ഡേറ്റ ടൈപ്പ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? ബേസിക്കലി നിങ്ങൾ അത് വർക്ക് ചെയ്യുന്ന മനസ്സിലാക്കിയാലും മതി. മനസ്സിലായോ? ഓക്കെ. അപ്പം നെക്സ്റ്റ് ഒരു ടൈപ്പ് ആണ് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വോയിഡ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആണ്. ഈ ഡേറ്റ ടൈപ്പ് യൂഷ്വലി നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട്, ഇപ്പൊ നമ്മൾ ഇന്റ് എ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ വോയിഡ് എ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തില്ല. കാരണം വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വാല്യൂവും ഇല്ലെന്നാണ് അർത്ഥം. നമുക്ക് അവിടെ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. യൂഷ്വലി വോയിഡ് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും നമ്മൾ വോയിഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആ മെയിൻ ഫംഗ്ഷൻ കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ ഞാൻ വോയിഡ് മെയിൻ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. കണ്ടോ? വോയിഡ് മെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിച്ച് മീൻസ് ഈ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂസും റിട്ടേൺ ചെയ്യുന്നില്ലെന്നാണ് ഇതിന്റെ അർത്ഥം. അത് റിട്ടേൺ ഒക്കെ നിങ്ങൾ തന്നെ പഠിക്കും. സോ ഈ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നോ വാല്യൂ എന്നാണ് വോയിഡിന്റെ അർത്ഥം. നമുക്ക് ആ വോയിഡ് യൂസ് ചെയ്ത് ഒരു വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ഉണ്ട് നമുക്ക്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ, അറേ, സ്ട്രക്ചർ, യൂണിയൻ, ഫംഗ്ഷൻ. ഇതെല്ലാം നിങ്ങൾ ഇനി പഠിക്കും. മൂന്നാമത്തെ നാലാമത്തെ നോട്ടിലൊക്കെ പഠിക്കും പോയിന്റർ എന്താന്നുള്ളത്. കാരണം ഈ പോയിന്ററും അറേ, സ്ട്രക്ചർ, യൂണിയൻ എന്നൊക്കെ പറഞ്ഞത് ഓൾറെഡി നമുക്ക് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ക്യാർ, ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ എന്നുള്ള ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആണ് പോയിന്റർ, അറേ, സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും. ഇത്രയാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പം നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു വാല്യൂസ് പ്രോഗ്രാമിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഇപ്പം ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് വാല്യൂസ് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ നിങ്ങൾ കൊടുക്കാറില്ലേ?
അത് കൊടുത്താലേ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലോഗിൻ ചെയ്ത് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആണല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂസ് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് റീഡ് ചെയ്യാനും അതെന്തെങ്കിലും ഒരു എക്സിക്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനും കുറെ ഫങ്ഷൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ചെയ്യാനും ഫങ്ഷൻസ് കാണും, ഔട്ട്പുട്ട് ചെയ്യാനും ഫങ്ഷൻസ് കാണും. ഇൻപുട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂസ് വാങ്ങിച്ച് സിസ്റ്റം അകത്ത് കുറച്ച് എക്സിക്യൂഷൻസ് ഫോളോ ചെയ്യും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി കുറച്ച് എക്സിക്യൂഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യാൻ കാണും, അതെല്ലാം സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഫങ്ഷൻസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസും അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസും. ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാല്യൂസിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മൾ ഒരു ഫോർമാറ്റ് സ്പെസിഫയറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഫോർമാറ്റഡ് ഇൻപുട്ട് ഫങ്ഷന് ഒരു എക്സാമ്പിൾ ആണ് സ്കാൻഎഫ്. സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. സ്കാൻഎഫ് യൂസ് ചെയ്തിട്ടാണ് ഒരു സി പ്രോഗ്രാം യൂസറിന്റെ കയ്യിൽ നിന്നും വാല്യൂസിനെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, സ്കാൻഎഫ് ഫോർമാറ്റ് സ്പെസിഫയർ, അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് സ്കാൻഎഫ് ഫോർമാറ്റ് സ്പെസിഫയർ ആംബർസെന്റ്. ഈ സിമ്പിൾ എന്താണ്? ആംബർസെന്റ്. നിങ്ങൾ ആൻഡിനൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾ അല്ലേ, അതിനെ നമ്മൾ സി പ്രോഗ്രാമിൽ പറയുന്നത് ആംബർസെന്റ് എന്നാണ്. അതിന്റെ അർത്ഥം അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ്. ഓക്കെ, ampersand operator, address of operator. ആംബർസെന്റ് നമ്മൾ പറയുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ്. ഇവിടെ ആ ഒരു വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ഏതാണോ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ജോലിയാണ് ഈ ആംബർസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സ്കാൻഎഫ് ഫംഗ്ഷൻ എഴുതാനുള്ള ഒരു ബേസിക് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഎഫ് എന്ന് എഴുതുക. ഫംഗ്ഷൻ എപ്പോഴും ഷുഡ് ബി വിത്ത് എ ബ്രേസസ്, പാരാന്തസിസ്. ഏത് പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതാണ് പാരാന്തസിസ്. ഓക്കെ, ഇത് കേർലി ബ്രേസസ്, പിന്നെ ഇത് സ്ക്വയർ ബ്രാക്കറ്റ്. ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഫംഗ്ഷൻസിന്റെ കൂടെ ഇതിനെ യൂസ് ചെയ്യാവുള്ളൂ, ഒരിക്കലും ഫംഗ്ഷൻസിന്റെ കൂടെ ഇത് യൂസ് ചെയ്യരുത്. പക്ഷെ ഫംഗ്ഷൻ ബോഡിക്കകത്ത് നമ്മൾ ഈ കേർലി ബ്രേസസ് ഇട്ടായിരിക്കും ഒരു ഫംഗ്ഷൻ ബോഡി നമ്മൾ എഴുതുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്മൾ അറേക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. സി പ്രോഗ്രാമിംഗിൽ ഈ ഓരോ ബ്രേസസിനും ഓരോ മീനിങ് ഉണ്ട്, ഓരോ ബ്രാക്കറ്റ്സിനും ഓരോ മീനിങ്. ഓക്കെ, സോ എല്ലാ ഫംഗ്ഷനും സി പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ഷുഡ് ബി കണ്ടെയ്ൻ വിത്ത് ആൻ പാരാന്തസിസ്. പാരാന്തസിസ് ഏതാണ്? ഈ സി ടൈപ്പിൽ ഉണ്ടായിരിക്കുന്ന ബ്രാക്കറ്റ്സിനാണ് നമ്മൾ പാരാന്തസിസ് എന്ന് പറയുന്നത്. സോ സ്കാൻഎഫിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാന്തസിസിന്റെ അകത്ത് ഡബിൾ കോട്ട്സിൽ ഫോർമാറ്റ് സ്പെസിഫയർ എഴുതുക, ദെൻ കോമ, ആംബർസെന്റ്, ഏത് വേരിയബിൾ ആണോ ആ വേരിയബിൾ. സേ ഫോർ എക്സാമ്പിൾ, എന്തോ എക്സാമ്പിൾ ഉണ്ടോ ഇതിന്റെ? കാണിക്കാം. എക്സാമ്പിൾ ഇല്ലെന്ന് തോന്നുന്നു, എഴുതി കാണിക്കാം. സ്കാൻഎഫ് ഞാനിവിടെ ഇന്റ് എ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ എക്ക് ഞാൻ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് എയുടെ വാല്യൂ എനിക്ക് റീഡ് ചെയ്യണം. അപ്പൊ റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്റീജർ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇന്റീജർ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ്. സോ ഇന്റീജർ ഡേറ്റ ടൈപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് ഡി ആണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്കാൻഎഫിന്റെ സിന്റാക്സിനകത്ത് സ്കാൻഎഫ് എഴുതുക, പാരാന്തസിസിനകത്ത് ഡബിൾ കോട്ട്സിൽ ഫോർമാറ്റ് സ്പെസിഫയർ. സോ ഇന്റീജറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ഈസ് പെർസെന്റേജ് ഡി. ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്താ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ആംബർസെന്റ് വേരിയബിൾ നെയിം സെമിക്കോളൻ. സി പ്രോഗ്രാം ഷുഡ് എൻഡ് വിത്ത് സെമിക്കോളൻ. എല്ലാ ലൈൻസും സെമിക്കോളൻ വെച്ച് എൻഡ് ചെയ്യണം. ചില കേസസ് ഉണ്ട് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കേസസ്, അതൊഴിച്ച് ബാക്കി എല്ലാം സെമിക്കോളൻ ഇട്ട് വേണം എൻഡ് ചെയ്യാൻ. ഓക്കെ,
അപ്പൊ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും വരുന്നത്? സ്കാനഫ് പെർസെന്റേജ് ഡി കോമ ആംബർസെന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു വാല്യൂ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം നമുക്ക് പ്രോംപ്റ്റ് ചെയ്യും. എന്ത് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവിടെ പോയിട്ട് എനിക്ക് വാല്യൂസ് കൊടുത്താലേ ഇനി അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ സി പ്രോഗ്രാം. ഞാനിപ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 6 7 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കുവാണെങ്കിൽ ഈ 7 എന്ന് പറയുന്ന വാല്യൂ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ലൊക്കേഷൻ കറസ്പോണ്ടിങ് ടു ദ വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറിയിൽ ഏതാണോ ലൊക്കേഷൻ സ്റ്റോർ ആയിരിക്കുന്നത് ആ മെമ്മറിയിൽ പോയിട്ട് 7 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആകും. കാരണം എന്താണ്? സ്കാനഫിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അഡ്രസ് ഓഫ് എ അല്ലെങ്കിൽ ആംബർസെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആംബർസെന്റ് അർത്ഥം എന്താണ്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. എ എന്ന് പറയുന്ന വേരിയബിള് മെമ്മറിയിൽ ഒരു ഇന്റീജർ ടൈപ്പ് വാല്യൂ സ്റ്റോർ ചെയ്യാനും മാത്രം ആവശ്യമുള്ള അഡ്രസ് സ്പേസ് ആണ് എയിൽ ശരിക്കും സ്റ്റോർ ആയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ശരിക്കും ഈ 7 എന്ന് പറയുന്ന വാല്യൂസിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ആംബർസെന്റ് എ എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും ഈ 7 എന്ന് പറയുന്ന വാല്യൂവിനെ. ഈ ഒരു അഡ്രസ് സ്പേസിലേക്ക് 7 എന്ന് പറയുന്ന വാല്യൂവിനെ കൊണ്ടുപോയി സേവ് ചെയ്യും. അതാണ് ശരിക്കും സ്കാനഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഫോർമാറ്റ് സ്പെസിഫയർ എന്താ സാർ? ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്റിജറിന് പെർസെന്റേജ് ഡി എന്ന് പറയുന്നതാണ് ഫോർമാറ്റ് സ്പെസിഫയർ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. സോ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വേരിയബിൾസ് ആണ് നിങ്ങൾ റീഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് വേരിയബിളിന്റെ വാല്യൂസ് ആണോ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ആ വാല്യൂസ് നിങ്ങൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അത് ഞാൻ നാളെ തന്നെ തരാവേ. ആക്ച്വലി പെർസെന്റേജ് ഡി എന്ന് പറയുന്നത് ഇന്റിജറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ഇനി ഫ്ലോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ പെർസെന്റേജ് എഫ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിന്? ഫ്ലോട്ടിംഗ് ടൈപ്പ്. ക്യാരക്ടർ ആണെങ്കിൽ പെർസെന്റേജ് സി. അങ്ങനെ ഓരോ ഡേറ്റ ടൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ട്. ആ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ വാല്യൂസ് അതേ ലെങ്തിൽ തന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു ഇന്റിജറിന് നമുക്ക് 2 bytes മതി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ. പക്ഷെ ഫ്ലോട്ടിംഗ് ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എത്ര ബൈറ്റ്സ് വേണം? 4 bytes വേണം. സോ അതേ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത്രയും ലെങ്തിൽ തന്നെ നമുക്ക് ആ വാല്യൂസിനെ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് വരും. ആക്ച്വലി എറർ വരും നിങ്ങൾ ആ കറക്റ്റ് ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്തില്ലെങ്കിൽ. ഇന്റിജർ ആയിട്ടാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ഈസ് പെർസെന്റേജ് ഡി. സോ പെർസെന്റേജ് ഡി ഈസ് ഫോർ അക്സെപ്റ്റിംഗ് സൈൻഡ് ഇന്റീജേഴ്സ്. എപ്പോഴും ഈ ഡി എന്ന് പറയുന്നതാണ് ഫോർമാറ്റ് സ്പെസിഫയർ. പക്ഷെ അത് നിങ്ങൾ സ്കാനഫിൽ എഴുതുമ്പോൾ എപ്പോഴും പെർസെന്റേജ് ഇട്ട് വേണം എഴുതാൻ. പെർസെന്റേജ് ഇട്ടതിന് ശേഷം ഡി എഫ് സി അങ്ങനെയുള്ള വേരിയബിൾസ് നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷൻ. Then comes the formatted output function. So നമ്മൾ scanf യൂസ് ചെയ്ത് വാല്യൂസ് റീഡ് ചെയ്യുമായിരുന്നു. ഇനി നമ്മൾ printf യൂസ് ചെയ്ത് എന്ത് ചെയ്യും? പ്രിന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യാനായിട്ട്. സോ printf യൂസ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യാനാണ് പോകുന്നത്. സോ this printf function will be എല്ലാ വാല്യൂസിനെയും നമ്മൾ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് എല്ലാ വാല്യൂസിനെയും പ്രിന്റ് ചെയ്യുന്ന ജോലിയാണ് printf ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ printf പാരാന്തസിസിനകത്ത് ഡബിൾ കോട്സിനകത്ത് format string argument 1. Example, printf സോ ഇങ്ങനെ ഞാൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ കോട്സിനകത്ത് കിടക്കുന്ന വാല്യൂ എന്താണോ അത് അങ്ങനെയേ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇങ്ങനെ printfനെ യൂസ് ചെയ്യാം. ഇനി
സോ ഇവിടെ നോക്കിക്കേ, എനിക്ക് ഒന്നെങ്കിൽ ഈ പ്രിന്റ്എഫിനകത്ത് സം ഓഫ് ടു നമ്പേഴ്സ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ പ്രിന്റ്എഫിനകത്ത് ഡബിൾ കോട്സിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ എഴുതുന്നത് അത് അങ്ങനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, ഈ കേസിൽ പ്രിന്റ്എഫ് സം ഈസ് %d ആണ് എഴുതിയിരിക്കുന്നത്. സോ %d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് ഒരു ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. സോ ഈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് വേരിയബിൾ ആണോ എഴുതിയിരിക്കുന്നത് ആ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോ ആ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ആവുന്നത്. സോ ഈ കേസിൽ സം ഈസ് സിയിൽ ഞാൻ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ സം ഈസ് 10 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതാണ് പ്രിന്റ്എഫ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയായിരിക്കും. അതുപോലെ പ്രിന്റ്എഫിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. /t, /n, /b. /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്പേസ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. /n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പം, അതായത് ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് ഇവിടെ ഞാൻ /n ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്ത് അടുത്ത ലൈനിലായിരിക്കും ഇത് പ്രിന്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സം ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ അടുത്ത വേർഡ് അടുത്ത ലൈനായിട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇതിന് മുന്നേ ഇത് കാണും. ഇങ്ങനെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് തമ്മിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ആണ് ഈ /n. സോ /n ഇടുവാണെങ്കിൽ എന്ത് പറ്റും, സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ട് അടുത്ത ലൈനിലായിരിക്കും എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ആവുന്നത്. ഓക്കെ, അതുപോലെ /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സ്പേസ് ഒരേ ലൈനിൽ തന്നെ ആദ്യത്തെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കും അടുത്ത പ്രിന്റ്എഫിൽ കിടക്കുന്ന സാധനം പ്രിന്റ് ആകുന്നത്. ഓക്കെ, ഇനി /b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബ് ഇടാനായിട്ട് ടാബ് സ്പേസ്, ഒരു ടാബിന് എന്തുമാത്രം സ്പേസ് വരും അത്രയും സ്പേസ് ഇട്ടിട്ടായിരിക്കും നമുക്ക് അടുത്ത ലൈൻ പ്രിന്റ് ആകുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്കിപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ് നമ്മൾ പ്രിന്റ്എഫിൽ യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഈസ് അൺഫോർമാറ്റഡ്. അതുപോലെ തന്നെ ഈ സ്കാൻഎഫും പ്രിന്റ്എഫും ഞാൻ പറഞ്ഞു ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണെന്നുള്ളത്. ഈ പ്രിന്റ്എഫും സ്കാൻഎഫും ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. മീൻസ് അതിന് ഓൾറെഡി ഡെഫിനിഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓൾറെഡി ഡെഫിനിഷൻസ് എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിന് എനിക്ക് സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു. സോ ഈ പ്രിന്റ്എഫ് ആൻഡ് സ്കാൻഎഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ഫയൽ ആണ് stdio.h. അപ്പൊ ഞാൻ അത് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം, #include. ആദ്യമേ അപ്പൊ ഞാൻ എന്ത് എഴുതണം, #include stdio.h void main. ഇങ്ങനെയായിരിക്കും അപ്പൊ ഈ പ്രോഗ്രാം വരുന്നത്. മനസ്സിലായോ? stdio.h എന്ന് പറയുന്നത് ഈ പ്രിന്റ്എഫും സ്കാൻഎഫും എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാതെ പറ്റത്തില്ല. കാരണം പ്രിന്റ്എഫിന്റെയും സ്കാൻഎഫിന്റെയും എങ്ങനെ ആ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണം എന്നുള്ളത് അതിന്റെ വർക്കിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഹെഡർ ഫയലിനകത്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഫയലിനകത്താണ്. അപ്പൊ അവിടെ അത് ഇൻക്ലൂഡ് ചെയ്തില്ല എങ്കിൽ എനിക്ക് പ്രോഗ്രാം റൺ ആകത്തില്ല. ഓക്കെ, ഇനി അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ഇങ്ങനത്തെ ഫോർമാറ്റ് %d, %c, %f അങ്ങനെയുള്ള ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചില വേരിയബിൾസിനെ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന ചില അൺഫോർമാറ്റഡ് ആയിട്ടുണ്ടായിരിക്കുന്ന ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണ് getch, getche, getchar, getchar, getters. ആക്ച്വലി getch ഉം getche എന്ന് പറയുന്ന ഈ രണ്ടും ആക്ച്വലി ഓരോ ക്യാരക്ടേഴ്സ് വൈസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. റീഡ്സ് എ ക്യാരക്ടർ അറ്റ് ടൈം. നമുക്ക് ഒറ്റൊരു ക്യാരക്ടർ മാത്രം റീഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സ്ട്രിങ് നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, getS ഫംഗ്ഷൻ യൂസ് ചെയ്യണം. നമ്മൾ ഇവിടെ വേരിയബിളോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഗെറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ch=gets കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ അകത്തൊന്നും നമ്മൾ എഴുതുന്നില്ല, വേരിയബിളോ അങ്ങനെ ഒന്നും എഴുതുന്നില്ല. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ റീഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വേരിയബിളിനകത്തോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ getchar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് getchar. സോ getch, getche, getchar, getters ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ ഈ അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ponyo.h ആണ്. അതെങ്ങനെ എഴുതുന്നത്,
include conio.h. Sorry, conio.h. ഞാൻ ഗെറ്റ് ch ഒക്കെ ഞാൻ ഈ പ്രോഗ്രാമിന്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ conio.h ഞാൻ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് അത് gets എന്നൊക്കെ പറയുന്നത് ഇൻപുട്ട് ചെയ്യാനുള്ള അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഫങ്ഷൻസ് ആണ്. ഇനി അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യാനുള്ള അൺഫോർമാറ്റഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ putchar, puts, putch. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് നമുക്ക് അൺഫോർമാറ്റഡ് കേസിലുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്യുവാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള conio.h യൂസ് ചെയ്തിരിക്കണം ഹെഡർ ഫയൽസിൽ. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇതിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇന്ന് പഠിക്കാം, എക്സ്പ്രഷൻസ് നാളെ പഠിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഞാൻ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കും, നിങ്ങൾ ഉത്തരം പറയണേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ കറക്റ്റ് സിൻടാക്സ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ സി? ഇതിൽ ഏതാണ് കറക്റ്റ് സിൻടാക്സ്? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു സിൻടാക്സ് ഏതാണ്? എ കറക്റ്റ് ആണ്. ഡി തെറ്റാന്ന് പറയത്തില്ല, പക്ഷെ നമ്മൾ ഡിക്ലറേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ എയുടെ വാല്യൂ 10 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇവിടെ നമുക്ക് വാട്ട് ഈസ് ദ കറക്റ്റ് സിൻടാക്സ് ടു ഡിക്ലെയർ എ വേരിയബിൾ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഇന്റ് എ ആണ്. ഇതെന്താ തെറ്റായി പോയത്? var എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യമേ. പിന്നെ ഇതെന്താ തെറ്റായി പോയത്? ഇത് തെറ്റാ. സെമിക്കോളൻ, അവസാനത്തെ സെമിക്കോളൻ. സെമിക്കോളൻ വരെ ഇട്ടിരിക്കുന്നത് കോളൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതില് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇന്റ് എ. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് സി വേരിയബിൾ നെയിം? അപ്പൊ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പറഞ്ഞേ ഇതിൽ ഏതാണ് കറക്റ്റ് വേരിയബിൾ നെയിം എന്ന്. എ ആണോ ബി ആണോ? സി. വൈ നോട്ട് എ? എ വരാത്തതിന്റെ കാരണം എന്താണ്? അതൊരു വേരിയബിൾ നെയിം അല്ല. കാരണം ഇന്റ് എന്ന് പറയുന്നത് എന്തുവാ? ഡേറ്റ ടൈപ്പ്. സോ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞത് കീവേഡ് ആണ് അല്ലേ? അപ്പം ഇന്റ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. സോ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് തെറ്റാൻ കാരണം എന്താണ്? ദിസ് വേരിയബിൾ നെയിം സ്റ്റാർട്ടഡ് വിത്ത് നമ്പേഴ്സ്. പിന്നെ ഇത് ഇടയ്ക്ക് സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള ഹൈഫൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? സി. A equal to 5, B equal to 10, A plus B equal to 15. Which of the following operators is used to get the address of a variable? Address. C യിലെ address of operator ഏതാ? Pointer. പോയിന്റർ വരെ ഞാൻ പഠിപ്പിച്ചില്ല. ബി. പോയിന്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പറയണേ ബാക്കിയെ. ഇപ്പൊ ഞാൻ പോയിന്റർ പഠിപ്പിക്കാത്തോണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല, പഠിപ്പിച്ച വെച്ച മാത്രമേ ഞാൻ ചോദിക്കുന്നത്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഏതാ? ബി. ഓക്കെ. ഇനി ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? hash include stdio.h int main printf %d 5 plus 10 star 3. A ആണോ ബി ആണോ സി ആണോ? ബി. 10 star 3 ചെയ്യുമ്പോ 30 plus 5 35. അതാരാ എ പറഞ്ഞേ?
നമ്മൾ ബേസിക്കലി മാത്സിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ബോർഡ് മാസ്, ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ആ അപ്പൊ അതും അതുപോലെ തന്നെയാണ്. ഇവിടെ ആദ്യമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യമേ ചെയ്യുന്നത്. 10 into 3 is 30, then 30 plus 5 is 35. What is the size of an int data type? ഇന്റിന് എന്തുമാത്രം സൈസ് ആണുള്ളത്? അല്ലെങ്കിൽ എത്ര മെമ്മറിയിൽ എത്രമാത്രം സൈസ് വേരിയബിൾസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇന്റ് യൂസ് ചെയ്ത്? 2 byte. ഞാൻ പഠിപ്പിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ ഓപ്പറേറ്റേഴ്സ്. അപ്പം സി പ്രോഗ്രാമിംഗിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട പല ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഓപ്പറേറ്റേഴ്സ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? യൂഷ്വലി മാത്സിലൊക്കെ എന്തിനാ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട്. അതൊന്നെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആകാം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ആകാം. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി, പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ആക്ച്വലി ഓപ്പറേറ്റർ ആണല്ലോ. അപ്പൊ നമുക്ക് സിയിൽ യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റർ. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. എന്താ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്? അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതിൽ പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്യുന്ന പ്ലസ് അഡീഷൻ ചെയ്യാനായിട്ടാണ്, മൈനസ് സബ്ട്രാക്ഷൻ, സ്റ്റാർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ, then backslash for division operator, and percentage symbol is known as the modulus operator or the remainder operator. Five percentage 2 എത്രയായിരിക്കും വാല്യൂ വരുന്നത്? പെർസെന്റേജ് എന്ന് പറയുന്നത് റിമൈൻഡർ ഓപ്പറേറ്റർ ആണ്. ഒന്നെങ്കിൽ മൊഡ്യൂളോ ഓപ്പറേറ്റർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റിമൈൻഡർ ഓപ്പറേറ്റർ എന്ന് ചോദിക്കാം. സോ പെർസെന്റേജ് 2, 5% ചെയ്താൽ എനിക്ക് എത്ര റിമൈൻഡർ കിട്ടും? 1. സോ പെർസെന്റേജ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഒരു രണ്ട് വാല്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് അവസാനം കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ ആ വാല്യൂ ആയിരിക്കും എനിക്ക് ഈ മോഡുലോ ഓപ്പറേറ്റർ ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന വാല്യൂ. സോ 5% 2 will return the value 1. Next is relational operators. Relational operators ഏതൊക്കെയാണ്? നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അതൊക്കെ തന്നെ ഈ സിയിലും പഠിക്കുന്നത്. നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിലുണ്ടായിരിക്കുന്ന വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. എപ്പോഴും ഈ ഓപ്പറേറ്ററിനെ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂമായിട്ടായിരിക്കും റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും. അതിന്റെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. സിയിൽ ഒരിക്കലും ഇതിനെ ഈക്വൽ ഓപ്പറേറ്റർ എന്ന് പറയില്ല. ഇത് പറഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ജസ്റ്റ് നമ്മൾ ഒരു ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. രണ്ട് ഈക്വൽ ടു ഇട്ടാൽ മാത്രമേ അത് ഈക്വൽ ടു കമ്പാരിസൺ ചെയ്യത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ 4 ഈക്വൽ ടു 2 ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും, ഫോൾസ് ആയിരിക്കും. 4ഉം 2ഉം ഈക്വൽ ആണോ? അല്ല. അപ്പം ഇതിന്റെ കേസിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആണ്. ഓക്കെ, ഇത് കമ്പാരിസൺ, രണ്ടെണ്ണം കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ചെയ്യാവുള്ളൂ. പക്ഷേ A = 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഈ സിംഗിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. 2 എന്ന് പറയുന്ന വാല്യൂവിനെ, ഓപ്പറേറ്ററിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. 2 എന്ന് പറയുന്ന വാല്യൂവിനെ A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. സോ ഈക്വൽ ടു 1 ഇട്ടാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു 2 ഇട്ടാൽ അത് ഈക്വലന്റ് ഓപ്പറേറ്റർ. ഓക്കെ, സോ രണ്ടെണ്ണം ഇട്ടാലേ അത് ഈക്വൽ ടു ആകത്തുള്ളൂ. അതുപോലെ ഇത് നോട്ട് ഈക്വൽ ടു. ഇവിടെ നോക്കിക്കേ, A less than B ആണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും, വാല്യൂ വിൽ ബി 0. ഇൻ കേസ് A greater than B ആണെന്നുണ്ടെങ്കിലോ അത് ട്രൂ ആയിരിക്കും, വാല്യൂ ട്രൂ ആണെങ്കിൽ വാല്യൂ വിൽ ബി 1. മനസ്സിലാവുന്നുണ്ടോ? A and B എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. നമ്മൾ അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഇത് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നെക്സ്റ്റ് കംസ് ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ട്, ആൻഡ്, ഓർ, നോട്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്?
വേറെ രണ്ട് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് വേറൊരു പുതിയ എക്സ്പ്രഷൻസ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ എക്സാമ്പിൾ ആൻഡ് വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഓപ്പറേറ്റർ ഒരു എക്സ്പ്രഷൻ ആണിത്. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് y ലെസ് ദാൻ 5 മീൻസ് ഈ രണ്ട് എക്സ്പ്രഷനും എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആകണം, അതുപോലെ y ലെസ് ദാൻ 5 ട്രൂ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ആൻഡ് ഓപ്പറേഷന്റെ വാല്യൂ ട്രൂ ആകത്തുള്ളൂ. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ അറിയാമല്ലോ. ഇത് ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ, ഇത് ഓറിന്റെ ട്രൂത്ത് ടേബിൾ, ഇത് നോട്ടിന്റെ ട്രൂത്ത് ടേബിൾ. ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ എപ്പോഴായിരിക്കും ട്രൂ ആകുന്നത്? രണ്ട് വാല്യൂസും ഓപ്പറേറ്ററിന്റെ ആൻഡ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന വാല്യൂസ് എപ്പോഴാണോ രണ്ടും ട്രൂ ആകുന്നത് അപ്പോഴേ ആൻഡ് ഓപ്പറേറ്ററിന്റെ വാല്യൂ ട്രൂ ആകത്തുള്ളൂ. അതുപോലെ ലോജിക്കൽ ഓറിന്റെ വാല്യൂ എപ്പോഴേക്കാണ് ട്രൂ ആകുന്നത്? ഓർ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ ട്രൂ ആയാൽ തന്നെ മതി ഈ ഫുൾ ഓർ ഓപ്പറേറ്ററിന്റെ വാല്യൂ ട്രൂ ആകാൻ. അതുപോലെ നോട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ഫുൾ ഓപ്പറേഷന്റെ വാല്യൂ എന്താണോ കിട്ടുന്നത് അതിന്റെ നേരെ നെഗേഷൻ എടുക്കും. സേ ഫോർ എക്സാമ്പിൾ ഇത് ട്രൂ ആ കിട്ടുന്നെങ്കിൽ അതിന്റെ ഫോൾസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്, ഫോൾസ് ആ കിട്ടുന്നെങ്കിൽ അതിന്റെ ട്രൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. മനസ്സിലായോ? നോക്കിക്കേ, പിയുടെ വാല്യൂ ഫോൾസ്, ക്യൂയുടെ വാല്യൂ ഫോൾസ്. സോ പി ആൻഡ് ക്യൂ ചെയ്യുന്ന വാല്യൂ എത്രയായിരിക്കും? ഫോൾസ്. ആൻഡിന്റെ കേസിൽ ട്രൂ വരുന്ന ഒറ്റ ഒരു കേസ് മാത്രമേ ഉള്ളൂ. പിയും ക്യൂവും ട്രൂ ആയാൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആകത്തുള്ളൂ. പി നോട്ടിന്റെ ഓറിന്റെ കേസില് പി ഒന്നെങ്കിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ക്യൂ ഒന്നെങ്കിൽ ട്രൂ ആകാം. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ തന്നെ മതി പി ഓർ ക്യൂ ട്രൂ ആകാൻ. സോ പി ഓർ ക്യൂല് ഫോൾസ് ആകുന്ന ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, രണ്ടും ഫോൾസ് ആകുന്ന കണ്ടീഷൻ. പി ഫോൾസ്, ക്യൂ ഫോൾസ്, പി ഓർ ക്യൂ ഫോൾസ്. പി ഫോൾസ്, ട്രൂ, ക്യൂ ട്രൂ, പി ഓർ ക്യൂ ട്രൂ. പി ട്രൂ, ക്യൂ ഫോൾസ്, പി ഓർ ക്യൂ ട്രൂ. പി ട്രൂ, ക്യൂ ട്രൂ, പി ഓർ ക്യൂ ട്രൂ. അതുപോലെ നോട്ടിന്റെ കേസ് നോക്കിക്കേ, പി ഫോൾസ് ആയിരുന്നു, ക്യൂ ഫോൾസ് ആയിരുന്നു. ഈ കേസിൽ എന്തായി? ട്രൂ ആയി. സോറി, നെഗേഷൻ പി എടുത്തിരിക്കുന്നത്. സോ പിയുടെ കേസ് മാത്രം നോക്കിയാൽ മതി. പി ഫോൾസ് ആയിരുന്നപ്പോ അതിന്റെ നെഗേഷൻ എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ. പി ഫോൾസ് ആയപ്പോഴോ? ട്രൂ. പി ട്രൂ ആയപ്പോഴോ? ഫോൾസ്. പി ട്രൂ ആയിരുന്നപ്പോ നെഗേഷൻ പി ഈസ് ഫോൾസ്. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണോ അതായിരിക്കും നമുക്ക് നോട്ടിൽ കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് ദ അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞു ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ നമ്മൾ എഴുതുമ്പോൾ ഐഡന്റിഫയർ ഈക്വൽ ടു എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. യൂഷ്വൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു സി ഈക്വൽ ടു എ പ്ലസ് ബി മീൻസ് എയും ബിയും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് സിയിലേക്ക് അസൈൻ ചെയ്യും. ഇനി പ്ലസ് ഈക്വൽ ടു മീൻസ് എക്സാമ്പിൾ സി പ്ലസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സി ഈക്വൽ ടു സി പ്ലസ് എ എന്നാണ്. അത്രയും വലിയ എക്സ്പ്രഷൻ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്ലസ് ഈക്വൽ ടു വെച്ച് എഴുതാൻ പറ്റും. മനസ്സിലായോ? സി ഈക്വൽ ടു സി പ്ലസ് എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി പ്ലസ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ സി ഈക്വൽ ടു സി മൈനസ് എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി മൈനസ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും യൂസിങ് ദിസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അങ്ങനെ നമുക്ക് ഓരോ ഓപ്പറേഷൻസിനെയും നമുക്ക് അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്താണ്? നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മൾ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ബിറ്റ് വാല്യൂവിനെ എടുത്തിട്ട് അവിടെ നമ്മൾ ഈ ഓപ്പറേഷൻസ് ഫോളോ ചെയ്യും. സോ ബിറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ ആൻഡ്, ഓർ, exclusive or, then this is the complement, ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ്, ഇത് റൈറ്റ് ഷിഫ്റ്റ്. ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ഒക്കെ അടുത്ത മോഡിലുണ്ടെന്ന് തോന്നുന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിൾസ് സേ ഫോർ എക്സാമ്പിൾ എയിൽ ഞാൻ 2 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എങ്കിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ വാല്യൂ എത്രയാ? 0 0 1 0. ഓക്കെ,
സോ ഈ 0010 ഞാൻ 2 കൺവേർട്ട് ചെയ്തിട്ട് ഇതിലായിരിക്കും ഞാൻ ഈ ആൻഡ് ഓപ്പറേറ്റർ എനിക്ക് അപ്ലൈ ചെയ്തത്. കാരണം ഇത് ബിറ്റ് വൈസ് ആൻഡ് ആണ്. അപ്പൊ എനിക്ക് ഓരോ ബിറ്റിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസിനെ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരിക്കുന്ന ബിറ്റിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യണം. ബൂളിയൻ വാല്യൂ കൺവേർട്ട് ചെയ്തിട്ട് അതിലേക്ക് മാത്രമേ എനിക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. സോ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആക്ച്വലി നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇൻക്രിമെന്റ് ആൻഡ് യൂണറി ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂണറി ഓപ്പറേറ്റേഴ്സ്. മീൻസ് നമുക്ക് ഒറ്റ ഒരു ഓപ്പറാൻഡ് മാത്രം മതി. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കാരണം ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് രണ്ട് ഓപ്പറാൻസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് ഓപ്പറാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിളിന്റെ വർക്കിംഗ് നടക്കത്തുള്ളൂ. പക്ഷേ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞ ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യാൻ എനിക്ക് ഒറ്റ ഒരു ഓപ്പറാൻഡ് മതി. ഒന്നെങ്കിൽ എ പ്ലസ് പ്ലസ് എന്നിടാം, അല്ലെങ്കിൽ പ്ലസ് പ്ലസ് എ എന്നിടാം, അല്ലെങ്കിൽ ബി മൈനസ് മൈനസ് എന്നിടാം, അല്ലെങ്കിൽ മൈനസ് മൈനസ് ബി എന്നിടാം. ഓക്കെ, ഇനി ഈ എ പ്ലസ് പ്ലസ് ബി മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയും. അതായത് ഓപ്പറാൻഡ് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പറേറ്റർ ഇടുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ഓപ്പറേറ്റർ, പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇൻ കേസ് ആദ്യമേ ഞാൻ ഓപ്പറേറ്റർ എഴുതിയിട്ടാണ് ഞാൻ ഓപ്പറാൻഡ് എഴുതുന്നതെങ്കിൽ അതിനെ പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഈ ഇൻക്രിമെന്റും ഡിക്രിമെന്റിലും ഇത് സെയിം വരും കേട്ടോ, പ്രീയും പോസ്റ്റും. സോറി പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ് പറഞ്ഞു മാറിപ്പോയതാണ്. പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ് ആണ്. പ്രിഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പ്രിഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ്ഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, പോസ്റ്റ്ഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻഡിന് ശേഷം ഓപ്പറേറ്റർ ഇടുക, പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻഡിന് മുന്നേ ഓപ്പറേറ്റർ ഇടുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, y ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ്. ഈ രണ്ടിനും തമ്മിൽ വർക്കിങ്ങിലും ഡിഫറൻസ് ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ദെൻ യൂസ് എന്നാണ് അതിന്റെ അർത്ഥം. മീൻസ് ഇവിടുത്തെ കേസ് നോക്കിയേ, y ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് ആണ്. സോ ആദ്യമേ ഈ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഒരു വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുക. എക്സിന്റെ ഇനീഷ്യലി ഉണ്ടായിരുന്ന വാല്യൂ 3 ആയിരുന്നു. പ്ലസ് പ്ലസ് എക്സ് ചെയ്യുമ്പോൾ എത്രയാകും? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 മീൻസ് 3 പ്ലസ് 1 4 ആകും. സോ വൈയിൽ സ്റ്റോർ ആകാൻ പോകുന്ന വാല്യൂ വിൽ ബി 4 ആൻഡ് എക്സിന് സ്റ്റോർ ആകാൻ പോകുന്ന വാല്യൂ വിൽ ബി 4. ഇതാണ് പ്രിഫിക്സ്. പക്ഷെ പോസ്റ്റ്ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3 ആയിരുന്നു, ഇനി വൈയിലേക്ക് എക്സ് പ്ലസ് പ്ലസ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇവിടെ വൈയിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്ന വാല്യൂ വിൽ ബി 3 ആൻഡ് എക്സിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്ന വാല്യൂ വിൽ ബി 4. കാരണം പോസ്റ്റ്ഫിക്സിൽ വർക്ക് ചെയ്യുന്നത് യൂസ് ദെൻ ചേഞ്ച് ആണ്. ആദ്യമേ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നോ അത് ഞാൻ കൊണ്ട് വൈയിലേക്ക് അസൈൻ ചെയ്യും, എന്നിട്ട് ഞാൻ എക്സിന്റെ വാല്യൂ ഞാൻ മാറ്റത്തുള്ളൂ. മനസ്സിലായോ? പ്രിഫിക്സ് ആണെങ്കിൽ ചേഞ്ച്. പ്രിഫിക്സ് ആണെന്നുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ എയുടെ വാല്യൂ 2 ആയിരുന്നു, ഇനി ബിയിലേക്കാണ് ഞാൻ എ പ്ലസ് പ്ലസ് ചെയ്യുന്നതെങ്കിൽ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസ്റ്റ്ഫിക്സ് ആണ്, ആണല്ലോ. പോസ്റ്റ്ഫിക്സ് ആണ്, അതിന്റെ അർത്ഥം യൂസ് ദെൻ ചേഞ്ച് ആണ്. സോ എനിക്ക് ഇവിടെ ബിയുടെ കേസിൽ വരാൻ പോകുന്നത് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസ് ദെൻ ചേഞ്ച് ആണ്. ചേഞ്ച് ചെയ്യാൻ പോകുന്ന ആരുടെ വാല്യൂ ആണ്? ഈ പ്ലസ് പ്ലസ് ഇട്ടിരിക്കുന്നതിന്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ, ബിയുടെ വാല്യൂ ഒന്നുമല്ല. സോ ഞാൻ ആദ്യമേ ഈ ബിയിലേക്ക് എ പ്ലസ് പ്ലസ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിയിലേക്ക് ഞാൻ ആദ്യമേ എയുടെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ എത്രയായിരുന്നോ അത് ഞാൻ അങ്ങ് കൊണ്ട് അസൈൻ ചെയ്യും. എന്നിട്ട് എയിലേക്ക് എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. മീൻസ് എയുടെ വാല്യൂ ആദ്യമേ 2 ആയിരുന്നു, സോ എ പ്ലസ് 1 വിൽ ബി 3. ഞാൻ പോസ്റ്റ്ഫിക്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും വാല്യൂസ് വരുന്നത്. ബിയുടെ വാല്യൂ 2 ആയിരിക്കും, എയുടെ വാല്യൂ മാത്രമേ അവിടെ ചേഞ്ച് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് ബിയിലേക്ക് ഞാൻ പ്ലസ് പ്ലസ് എ ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ഏതാണ്? പ്രിഫിക്സ് ആണോ പോസ്റ്റ്ഫിക്സ് ആണോ? പ്രിഫിക്സ് ആണ്. സോ ഈ കേസിൽ ഇത് ചേഞ്ച് ദെൻ യൂസ് ആണ്. സോ ഇവിടുത്തെ കേസിൽ ബിയുടെ വാല്യൂ എത്രയായിരിക്കും?
ബിയുടെ വാല്യൂ ആദ്യമേ തന്നെ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ എയുടെ വാല്യൂ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചേഞ്ച് ചെയ്യാൻ പറയും. പ്ലസ് പ്ലസ് ആയതുകൊണ്ട് എയുടെ വാല്യൂ ഒരു വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. സോ ഇനീഷ്യലി എയുടെ വാല്യൂ 2 ആയിരുന്നു. സോ അത് എത്രയാകും? 3. സോ ബിയുടെ വാല്യൂ 3, then എയുടെ വാല്യൂ വിൽ ബി 3. എയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത വാല്യൂ ആണ് ഞാൻ ബിയിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എയുടെ വാല്യൂ അപ്പം 3 തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇതാണ് പ്രിഫിക്സും പോസ്റ്റ്ഫിക്സും ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഡിഫറൻസ്. പ്രിഫിക്സിലാണെങ്കിൽ ഞാൻ അസൈൻ ചെയ്ത വേറൊരു വേരിയബിളിലോട്ടാണ് എങ്കിൽ മാത്രമേ ഈ ഡിഫറൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ബി ഈക്വൽ ടു കളഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റത്തില്ല. വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഡിഫറൻസ് കാണാൻ പറ്റത്തുള്ളൂ. ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ ഞാൻ എയിൽ ഉണ്ടായിരുന്ന വാല്യൂ എത്രയാണോ അത് ആദ്യമേ ഞാൻ കൊണ്ട് ബിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. എന്നതിന് ശേഷം മാത്രമേ ഞാൻ എയുടെ വാല്യൂ മാറ്റത്തുള്ളൂ. പക്ഷെ പ്രിഫിക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബിയിലേക്ക് എയുടെ വാല്യൂ ആദ്യമേ തന്നെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ഏതാണോ അതായിരിക്കും ഞാൻ ബിയിലേക്ക് അസൈൻ ചെയ്തത്. അത് തന്നെയായിരിക്കും ഒബ്വിയസ്ലി എയുടെ വാല്യൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇതിങ്ങനെ തന്നെയായിരിക്കും ഡിക്രിമെന്റ്. ഡിക്രിമെന്റ് എന്തായിരിക്കും ചെയ്യുന്നത്? ഓരോ വാല്യൂ വെച്ച് മൈനസ് ചെയ്യും. പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 3 ആയെങ്കിൽ മൈനസ് ചെയ്യുമ്പോഴത്തേനും എയുടെ വാല്യൂ 1 ആകും. ഓക്കെ, നിങ്ങൾ യൂഷ്വലി ഈ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ ഫോർ ലൂപ്പിംഗിലായിരിക്കും നിങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി കംസ് ദ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒരു ടെർണറി ഓപ്പറേറ്റർ ആണ്. കാരണം ഈ ഒരു ഓപ്പറേറ്റർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 3 ഓപ്പറാൻഡ്സും വേണം, 2 ഓപ്പറേറ്ററും. ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്, ഒരു കോളനും ഉണ്ട്. ഈ രണ്ടെണ്ണം കൂടെ ചേരുന്നതാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അതുപോലെ ഇത് എഴുതാനായിട്ട് നമ്മളൊരു 3 ഓപ്പറാൻഡ്സിനെ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഇതാണ് അതിന്റെ ബേസിക് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫയർ ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയും. അത് ട്രൂ ആയി കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ 1ൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതിൽ എഴുതിയിരിക്കുന്ന സാധനം ഫോൾസ് ആണ് വരുന്നതെങ്കിൽ ഈ എക്സ്പ്രഷൻ 2ൽ എഴുതിയിരിക്കുന്നത് എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതാണ് ഇതിന്റെ ബേസിക് സിന്റാക്സ്. കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ബ്ലോക്ക് 1, കോളൻ, ബ്ലോക്ക് 2. ഈ കണ്ടീഷനിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണോ, അവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് ട്രൂ ആയി കഴിഞ്ഞാൽ ബ്ലോക്ക് 1ലുള്ള വാല്യൂ ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഇനി കണ്ടീഷനിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി കഴിഞ്ഞാൽ യൂഷ്വലി ഇവിടെ എഴുതുന്നത് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ഇവിടെ എഴുതുന്നത്. എക്സാമ്പിൾ കാണിക്കാവേ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക്. ആക്ച്വലി ഇത് എഴുതുന്ന വേറെ സിന്റാക്സ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുവാണ്. equal to 5 colon a equal to 2. ഓക്കെ, സോ ഈ a equal to b എന്നുള്ളത് എയുടെ കേസിൽ 2, ബിയുടെ വാല്യൂ 6. ഓക്കെ, ഇനി എയുടെ വാല്യൂ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 6 ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. സോ ഫോൾസ് ആവുന്ന കേസിൽ ഞാൻ എന്ത് ചെയ്യും? എയുടെ വാല്യൂ ഞാൻ 2 ആയിട്ട് അസൈൻ ചെയ്യും. പക്ഷേ ഇനി എയുടെ വാല്യൂ ഈ കേസിലോ എയുടെ വാല്യൂ 8 ബിയുടെ വാല്യൂ 6 ആണ്. അപ്പൊ ഈ കേസിൽ ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ കണ്ടീഷൻ ട്രൂ ആണ്. സോ ട്രൂ ആവുന്ന കേസിൽ അപ്പൊ ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്? എയുടെ വാല്യൂ 5 ആയിട്ട് അസൈൻ ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ ടെർണറി ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? 3 ഓപ്പറാൻഡ്സ് കാണും. ഈ കണ്ടീഷൻ ഓപ്പറേറ്റർ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ 3 ഓപ്പറാൻഡ്സ് കാണും. 3 ഓപ്പറാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു എക്സ്പ്രഷൻ തന്നെയാണ്, പിന്നെ ഒരു ഓരോ വാല്യൂസും അസൈൻ ചെയ്യാനുള്ള വാല്യൂസും കാണും. പിന്നെ കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആംബർസെന്റ് എന്താണ്? ദിസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ. അപ്പൊ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്താണ്? മറക്കല്ലേ, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് ആംബർസെന്റ്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിന്റെ അഡ്രസ് ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഈസ് നോൺ ആസ് പോയിന്റർ വേരിയബിൾ. സ്റ്റാർ ഈസ് പോയിന്റർ വേരിയബിൾ. സൈസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫിനകത്ത് ഞാൻ ഒരു ഡേറ്റ് ടൈപ്പിന് എഴുതി കഴിഞ്ഞാൽ ആ ഡേറ്റ് ടൈപ്പിന് എന്തുമാത്രം മെമ്മറിയിൽ സ്റ്റോറേജിന് ആവശ്യം വരുന്നുണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക്
ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുള്ളത്. ഇനി എക്സ്പ്രഷൻസ് ആണ്. ഇപ്പൊ പഠിച്ച ഇത്രയും ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രഷൻസ് എങ്ങനെ എഴുതാം സി പ്രോഗ്രാമിംഗിൽ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് നാളെ പഠിക്കാം. ഇനി ക്വസ്റ്റ്യൻസിന്റെ ബാക്കി ചെയ്യാം. ഇത് ചെയ്തല്ലേ? ഇതിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഉറപ്പാണ്? ചെയ്ത് നോക്കിയിട്ടാണ് ഈ പറയുന്നത്. എക്സിന്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂ 5. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വലി എന്താ ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇതെന്തോ ഈ ഓപ്പറേഷൻ എന്താ? ഡിവിഷൻ. എന്തോ? ഓർ. ബിറ്റ് വൈസ് ഓർ. ഇത് മനസ്സിലായോ? ബിറ്റ് വൈസ് ഓർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ കറസ്പോണ്ടിങ് ആണ് എക്സിന്റെ 10 എന്ന് പറഞ്ഞ വാല്യൂനെ ഞാൻ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറി വാല്യൂ എത്രയാണ് 10ന്റെ? 1010. 5ന്റെ ആണെങ്കിലോ 0101. ഇതിനെ ഓർ ചെയ്യുമ്പോ എങ്ങനെ വരും? 1111. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാ? ബൈനറി വാല്യൂ, സോറി യൂഷ്വൽ വാല്യൂ, ഡെസിമൽ വാല്യൂ 15 അല്ലേ? ആണോ? 15 ആണ്. Which of the following is used to input a string in C? സിയിൽ നമുക്ക് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? സ്ട്രിങ് സ്കാൻ എഫ് മാത്രം യൂസ് ചെയ്താൽ എനിക്ക് സ്ട്രിങ് റീഡ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ അകത്ത് കുറച്ച് കാര്യം കൂടെ ഞാൻ എഴുതണ്ടേ? ഗെറ്റ് എസ് ഞാൻ പറഞ്ഞായിരുന്നു. ഗെറ്റിന്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷൻ ആയിരുന്നു ഗെറ്റ് എസ്. പക്ഷെ ഗെറ്റ് സി എച്ച് ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഓരോ ക്യാരക്ടർ, ഇപ്പം ആപ്പിൾ എന്നാണ് വേരിയബിൾ എങ്കിൽ ആപ്പിളിനകത്ത് എ പി പി എൽ അങ്ങനെ ഓരോന്നും ഓരോ പ്രാവശ്യം എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റ സ്ട്രിങ് ആയിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞ ഒറ്റ സ്ട്രിങ് ആയിട്ട് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഗെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ എന്ന 5 ലെറ്റേഴ്സ് വരുന്ന സ്ട്രിങ്ങിനെ ഒറ്റയടിക്ക് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതാണ് ഗെറ്റ്സും യൂസ് ചെയ്യുമ്പോണ്ടായിരിക്കുന്ന ഡിഫറൻസ്. മനസ്സിലായോ? അപ്പൊ സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ഗെറ്റ്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? What will be the output of the following code? Hash include std.h int main a equal to 10. If a less than 20, print a is less than 20. a യുടെ വാല്യൂ എത്രയാണ്? 10. a less than 20 ആണോ? 10 less than 20 ആണോ? ട്രൂ ആണ്. അപ്പൊ ട്രൂ ആകുമ്പം ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന സാധനം പ്രിന്റ് ചെയ്യണം. a is less than 20. അപ്പൊ ഔട്ട്പുട്ട് എത്രയായിരിക്കും? Which of the following is a valid C variable name? ഞാൻ ഓൾറെഡി പറഞ്ഞതാ, ഒന്നുകൂടെ റിപ്പീറ്റ് ആയതാ. ഇതും കഴിഞ്ഞതാ, അത് ഓൾറെഡിയാ. ഓക്കെ. അപ്പൊ നമ്മള് ഇതെല്ലാം നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. 2024 ഞാൻ തോന്നുന്നു അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. സോ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? ഈ നോട്ട്സ് അപ്പൊ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങളും കൂടെ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നാളെ ഞാൻ എല്ലാം കൂടെ വരുന്ന പോലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നാളെ എല്ലാം ഈ സെക്കൻഡ് മോഡിൽ മൊത്തം കവർ ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് നാളെ ഞാൻ ഷെയർ ചെയ്യാം മൊത്തമായിട്ട് സെഷൻ തീരുമ്പോഴത്തേക്കും. ഓക്കെ. അപ്പൊ നാളെ കുറച്ച് നോക്കിയിട്ടൊക്കെ വരണം കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എക്സ്പ്രഷൻസിനകത്തോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ ആദ്യം മുതൽ പറയാൻ പാടെ. കുറച്ച് നോക്കിയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു. Thank you.